വെൽക്കം ടു സ്കൂൾ ഓഫ് ലൈഫ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പറഞ്ഞു വരുമ്പോൾ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഇതിന് ശരിയാവില്ല. പുള്ളിയുടെ പേര് ഫാസിൽ കരാട്ട് എന്നാണ്. പക്ഷേ പുള്ളി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാവുന്നതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ചെറുപ്പത്തിലെ തന്നെ ആമസോണിൽ, അതായത് ഒരു പ്രീ കോവിഡ് സമയത്ത് തന്നെ നമ്മളൊക്കെ ഇ കൊമേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അറിയുന്നതിനൊക്കെ മുന്നേ തന്നെ ഏകദേശം 15 ലക്ഷത്തോളം രൂപ വെറും ചകിരി വിറ്റ് ആമസോണിൽ നിന്ന് ഉണ്ടാക്കിയ ഒരാളാണ്. ആ സമയത്ത് പുള്ളി വളരെ യങ് ആണെന്നുള്ളത് ഓർക്കണം. അതേപോലെ തന്നെ മണ്ണ് വിറ്റിട്ട് ഏകദേശം ഇത്രയും തന്നെ പൈസ ആമസോണിൽ നിന്ന് പാൻ ഇന്ത്യയിൽ വിറ്റിട്ട് പൈസ ഉണ്ടാക്കിയ ഒരാളാണ്. അതിനുശേഷം പുള്ളി പല കാര്യങ്ങളും ചെയ്തു. ഓയോയിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പം പുതിയതായിട്ട് പുള്ളി ഒരു സ്റ്റാർട്ടപ്പും ചെയ്യുന്നുണ്ട്. ഒത്തിരി ജീവിതത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ്. ഹീസ് ബേസ്ഡ് ഔട്ട് ഓഫ് കാലിക്കറ്റ്. അപ്പം നമുക്കിന്ന് പുള്ളിയോട് സംസാരിച്ച് പുള്ളിയുടെ അനുഭവങ്ങളും പുള്ളി എങ്ങനെയാണ് ഇത്രയും പൈസ ചകിരി വിറ്റ് എങ്ങനെയാണ് 15 ലക്ഷം രൂപ ഉണ്ടാക്കിയെന്നുള്ളതും അടക്കം ഉള്ള കാര്യങ്ങൾ നമുക്കിന്ന് ചോദിച്ചറിയാം. സോ ഫാസിൽ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റാണോ? കറക്റ്റാണ്. ചകിരി വിറ്റ് 15 ലക്ഷം ആമസോണിൽ നിന്ന് ഉണ്ടാക്കി എന്ന് പറയുന്നത് അതെ അല്ലേ? അതെ. എത്രാമത്തെ വയസ്സിലായിരുന്നു ഇത്? അത് ഞാൻ ഓയോയിൽ വർക്ക് ചെയ്യുന്നതിന് സമയത്ത് തന്നെയായിരുന്നു. ഈ ഒരു ഏകദേശം ഒരു 23 വയസ്സൊക്കെ ആയിട്ടുണ്ട്. പ്രീ കോവിഡ് ആണോ അതോ കോവിഡിന്റെ സമയത്താണോ? കോവിഡിന് തൊട്ട് മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മുമ്പ് അല്ലേ? അതെ. ഓക്കെ. അപ്പം നമുക്ക് അവിടുന്ന് തുടങ്ങാം. ശരി. എങ്ങനെയാണ് ഈ ഐഡിയ വന്നത്? ഈ ചകിരി എന്നുള്ളൊരു കോൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത്? ശരിക്കും ഞാൻ ടിപ്പിക്കലി എന്താ പറയുന്നത്, ഒരു ബിസിനസ് ഫാമിലിയോ അതല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നിലും വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും തന്നെയല്ല. അപ്പം എൻ്റെ ഫ്രണ്ട് ഒരാളുണ്ട്, ലൈക്ക് അവൻ്റെ പേര് ഫസൽ എന്നാണ്. അപ്പോൾ അവർ പണ്ട് മുതലേ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു മൈൻഡിലുള്ള ഒരാളാണ്. അപ്പം അവനെ കാണാൻ പുച്ഛിക്കായിരുന്നു. എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്, പഠിച്ച് ജോലി ചെയ്താൽ അതെ, ജോലി ചെയ്താൽ പോരെ, 9 to 5 നല്ല സുഖമാണ്, നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള രീതിയിൽ. അല്ല, ഫാസിൽ ആ സമയത്ത് എന്ത് ചെയ്യായിരുന്നു? ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓയോൻ്റെ അതല്ലേ മുമ്പ് ഡിഫറെൻറ്റ് കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. സ്റ്റാർട്ടപ്പ് പുച്ഛായിരുന്നു. എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ പുച്ഛം തോന്നാൻ കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഞാൻ എൻ്റെ ചുറ്റുപാടും കണ്ട ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്ത് പൊട്ടിയ ആളുകൾ മാത്രമേ കണ്ടിട്ടുള്ളത്. സക്സസ് ആയ ആളുകൾ, തോൽവി ആളുകൾ കണ്ടിട്ടില്ല. ശരിക്കും ഒരു വെറുതെ പേടി വന്ന് ബിസിനസ് ചെയ്താൽ റിസ്ക് ആണ്, ബിസിനസ് ചെയ്താൽ ജയിക്കില്ല അല്ലെങ്കിൽ പോസിബിൾ അല്ല എന്നുള്ളത്. പിന്നെ ആകെ കണ്ടിട്ടുള്ളത് നാട്ടിലെ പലചരക്ക് കട നടത്തുന്ന ആളുകളാണ്. അവരൊക്കെയാണ് കച്ചവടം നടത്തി വലിയ വീടൊക്കെ വെച്ചിട്ടുള്ളത്. കാരണം അന്നത്തെ കാലത്ത് സക്സസ് പറഞ്ഞ വലിയ വീട് വെക്കുക, വണ്ടി വാങ്ങുക എന്നുള്ളത്. അതെ, ഒരു ഔട്ട്പുട്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് താല്പര്യം തന്നെയല്ല, എനിക്ക് പേടിയാണോ, പിന്നെ ആളുകളാരെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ആരും തന്നെയല്ല. അപ്പോൾ ആ ഒരു തിയറി ഞാൻ ചിന്തിച്ചിട്ട് തന്നെയല്ല. അങ്ങനെ ഞാൻ ഒരുപാട് ഡിഫറെൻറ്റ് കമ്പനി വർക്ക് ചെയ്തു. ലാസ്റ്റ് ഞാൻ ഓയോയിൽ എത്തിപ്പെട്ട സമയത്താണ് എൻ്റെ തോട്ട് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരുന്നു. ഓയോയിൽ എന്തായിട്ടായിരുന്നു? ഞാൻ സ്റ്റാർട്ടിങ്ങിൽ സപ്ലൈ എക്സലൻസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരു സൗത്ത് ഇന്ത്യയിലെ ന്യൂ ഓയോ ഹോം സെഗ്മെന്റിൽ പ്രോപ്പർട്ടി ഓൺ ബോർഡിങ്ങിന്റെ മാനേജ്മെന്റ് സെൻട്രലി. നമുക്ക് ഓയോയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഫാസിലിനെ പോലത്തെ ഒരാളോട് സംസാരിച്ചിട്ടായിരിക്കും നമ്മൾ ഓൺ ബോർഡ് ആവുക. അത് സിമിലർലി കൈൻഡ് ഓഫ്. അതായത് നമ്മളുടെ ഞാൻ സെൻട്രൽ ടീം, അത് സൗത്ത് ഇന്ത്യയിലാണ് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, കേരള ഈ റീജിയനിലെ പുതിയ ഓയോ ഹോം സെഗ്മെന്റ് പ്രോപ്പർട്ടീനെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക, ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ഓയിലോട്ട് കയറി പറ്റിയത്? ഓയിൽ കയറി പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. കാരണം ശരിക്കും ഞാനൊരു സാധാരണ കോളേജിൽ നിന്ന് BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാളാണ്. അതും സാധാ കോളേജ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് തന്നെ PK കോളേജ് എന്ന് പറയും. ആ കോളേജിലെ ഫസ്റ്റ് ബാച്ച് ഒരാളായിരുന്നു. ഒരു കോളേജും സാധാ കോളേജ് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഫറൂഖ് കോളേജ്, ഒരുപാട് വലിയ കോളേജ്, ഒരുപാട് വലിയ ഫേമസ് കോളേജുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ച കോളേജിൽ നിന്ന് കോളേജിലെ ആദ്യത്തെ ബാച്ചാണ് ഞാൻ. അപ്പോൾ ആ ബാച്ച് സമയത്ത് കോളേജ് ലൈഫ് ഒന്നും ഉണ്ടാകത്തില്ല, വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ആളുകളെല്ലാം തന്നെ വന്ന് പോവുക എന്നുള്ള രീതിയിലാണ്. കോളേജ് തുടങ്ങിയപ്പോൾ 25 പേരുണ്ടെങ്കിൽ അവസാനമായപ്പോൾ 15 പേരായിട്ട് മാത്രം ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ കോളേജ് പഠിച്ചിട്ട് ഞാൻ ഡിഗ്രി പാസ്സായി, ഭാഗ്യം കൊണ്ട് പാസ്സായിട്ട് വന്ന ഒരാളാണ്. അക്കാഡമിക്കലി സ്ട്രോങ് അല്ലായിരുന്നു. അങ്ങനെ പഠിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ഡിഫറെൻറ്റ് കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്കതിന് ഡിഗ്രി പഠിച്ചതിന് ശേഷം എനിക്കൊരു അബ്രോഡ് പോകേണ്ടി, മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റലി പോകാൻ വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് എനിക്കൊരു MSc ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എൻ്റെ ഒരു 5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു ആ ഒരു സ്കാമിലൂടെ പോയിട്ട്. അത് ആ ഒരു ഏജൻസി, ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി സ്റ്റോറീസ് ഉണ്ട് ഇതിനകത്ത്. ഒരു സ്റ്റോറിക്കകത്ത് മറ്റു സ്റ്റോറി. അങ്ങനെയാണ് ഫാസിലിന്റെ ഒരു ലൈഫ്. എന്താണ് സ്കാം? ഏജൻസി നമ്മളെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു.
റിക്രൂട്ട്മെന്റ് ഏജൻസി. അവർ പൈസ വാങ്ങിച്ചു പക്ഷേ തന്നില്ല. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2015-16 കാലഘട്ടമാണ്. എൻ്റെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളെ ഭാഗത്ത് തന്നെ ആരും യൂറോപ്പിനെ കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ പുറത്തോട്ട് പോയി പഠിക്കുക തന്നെ ആരും ചിന്തിക്കാത്തൊരു കാലഘട്ടമാണ്. ഇല്ല, ആ സമയത്ത് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമുള്ളത്. എൻ്റെ തോട്ട് എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വിട്ടു പോവുക, വേറെ എവിടെയെങ്കിലും നിൽക്കുക, കുറച്ച് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. എന്താ എനിക്കറിയില്ല, പക്ഷെ എനിക്കിതൊക്കെയാണ് ഇഷ്ടം. ആ നാട്ടിൽ അത്തരത്തിലല്ല, കുറച്ചും പുറത്തേക്കുള്ള കാര്യങ്ങളെ പുറത്തുപോയി രക്ഷപ്പെടുന്ന രീതി ചെയ്യാന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ 5 ലക്ഷം രൂപയാണോ ചോദിച്ചത്? അതെ, 5 ലക്ഷം രൂപ കൊടുത്തു. അത് ബാങ്ക് ലോൺ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അതിന് 5 ലക്ഷം മുങ്ങിയോ അതോ? അവർ മുങ്ങി. അതിന് 5 ലക്ഷം പോയതോടുകൂടി ഞാൻ അങ്ങ് താഴ്ന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ലോണുണ്ട്. ഏകദേശം 6 മാസം വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു. കാരണം നാട്ടിലെ ഓരോ ബംഗാളി വരെ ചോദിക്കായിരുന്നു, ബായ് എപ്പോഴാണ് പുറത്തോട്ട് പറഞ്ഞു പോയി. കാരണം അന്ന് അറിയില്ലല്ലോ ഇങ്ങനെ പറയരുത് എന്നുള്ളത്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ പുറത്തോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. പിന്നെ 6 മാസത്തിന് ശേഷം ഞാൻ ഇവിടെ എറണാകുളത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഫസ്റ്റ് സോഴ്സ് എന്ന കമ്പനിയിൽ കസ്റ്റമർ സപ്പോർട്ടിൽ എയർടെലിലെ കസ്റ്റമർ സർവീസിൽ വർക്ക് ചെയ്ത് തുടങ്ങി. കാരണം എൻ്റെ മലയാളം ഇപ്പോൾ കുറച്ചും നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ട് തനി കോഴിക്കോടൻ കൊടുവള്ളി ഭാഷ സംസാരിക്കുക ഇപ്പോഴും കുറച്ചുണ്ട്. അതെ, ഇപ്പോഴും ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. അപ്പം അതാർക്കും അറിയില്ല, സംസാരിക്കുന്നത് കംപ്ലീറ്റ്ലി വേറെ എന്തോ സ്ലാങ് പോലെ. അപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് ഇവിടെ കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന എല്ലാ ആളുകളുണ്ട്. അപ്പോൾ എൻ്റെ ലാംഗ്വേജ് ബെറ്ററായി. അപ്പോൾ ഗ്രാജുവലി കുറച്ച് കമ്മ്യൂണിക്കേഷൻ ബെറ്ററായി കിട്ടി. അങ്ങനെ ഓരോന്ന് ബെറ്ററായി കിട്ടിയ ശേഷം അതിനുശേഷം പൂനെയിലോട്ട് പോയി സെയിം കോൾ സെന്റർ ജോലിക്ക് തന്നെ വേണ്ടി. അവിടെ നിന്ന് ബാംഗ്ലൂരോട്ട് വന്നു. ഈ കോൾ സെന്ററിൽ പോകാൻ കാരണം അങ്ങോട്ടാണോ കൂടുതൽ ആക്സസ് അല്ലെങ്കിൽ അവൈലബിലിറ്റി ഉള്ളത് ജോബ്സിനുള്ളത്? ശരിക്കും അവൈലബിലിറ്റി ശരിക്കും അതല്ല റീസൺ. എനിക്ക് ആളുകളടുത്ത് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെ, അപ്പോൾ അതിന് പറ്റിയ ജോലിയാണ്. പിന്നെ എനിക്കാണെങ്കിൽ നാട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ആ രണ്ടും കോമ്പിനേഷൻ വർക്ക് ചെയ്യുന്നുള്ള ഇങ്ങനെ കോൾ സെന്ററിൽ പോലെ ജോലികളായിരുന്നു. പിന്നെ പുതിയൊരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞുതരാൻ എനിക്ക് അറിയില്ലായിരുന്നു. ടു ബി ഹോണസ്റ്റ്, അതാണ് ഏറ്റവും വലിയൊരു സ്ട്രഗിൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നെ ഉണ്ടായിരുന്നുള്ള എൻ്റെ താത്തായിരുന്നു, പിന്നെ അവരുടെ ഹസ്ബൻഡ് ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി എപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറെ ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട്. എന്നാലും സ്വന്തമായിട്ടുള്ള കുറെ കാര്യത്തിൽ നമുക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ സ്വന്തം ഇങ്ങനത്തെ കാര്യങ്ങൾ ഗെയിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ പോയി. ദെൻ ബാംഗ്ലൂരിൽ ഞാൻ ചെന്നൈയിലോട്ട് വരുന്നുള്ളത്. എല്ലാം കോൾ സെന്റർ തന്നെ? ചെന്നൈയിലെ കോൾ സെന്റർ, എല്ലാ 3 സ്ഥലത്തും കോൾ സെന്റർ തന്നെ വർക്ക് ചെയ്തു. ആ കോൾ സെന്റർ വർക്ക് ചെയ്ത സമയത്ത് ആണെങ്കിൽ കുറച്ച് കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആവുന്നുണ്ട്. അവിടെ എനിക്ക് ലാംഗ്വേജ് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പാക്കേജ് കൂടുതൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ കൂടി ഞാൻ ചെന്നൈയിലോട്ട് എത്തുന്ന സമയത്ത് ഞാൻ വീണ്ടും കംപ്ലീറ്റ്ലി തകർന്ന തരിപ്പണ സിറ്റുവേഷനിൽ എത്തുന്നത്. കാരണം എപ്പോഴും വർക്ക് ചെയ്യുന്നത് എന്തിനാ? 2 റീസണാണ്. ഒന്നാമത്തെ എനിക്ക് എന്തെങ്കിലും പഠിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ലോൺ ഉണ്ടല്ലോ. അതെ, മാസ്റ്റേഴ്സ് ചെയ്യാന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. ശരിക്കും ലോണല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം വീണ്ടും അപ്ലൈ ചെയ്ത് പുറത്തു പോകാൻ. വീട്ടിൽ ചോദിക്കാനേ പറ്റത്തില്ല. എൻ്റെ ഫാമിലി ഒരിക്കലും അല്ല അവിടെ. കാരണം ഓൾറെഡി 5 ലക്ഷം കൊണ്ട് നശിപ്പിച്ച് അത് ബാക്കപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഫാമിലിക്ക് ഇല്ല. അതിനിടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് ഇറ്റലി ചൂസ് ചെയ്തു? ഇറ്റലി ശരിക്കും ഫ്രീ എഡ്യൂക്കേഷൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഡി പടുവ എന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഫുൾ സ്കോളർഷിപ്പിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഇറ്റലി ചൂസ് ചെയ്യാനുള്ള കാരണം ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ മുമ്പിലെ ഒരു എംബസിയിൽ കോൺസുലേറ്റിൽ പോയി ഇന്റർവ്യൂ എല്ലാം കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഈ ഏജൻസി മാത്രമാണ് നമ്മളെ പറ്റിച്ചത്? അതെ, ബാക്കിയെല്ലാം സെറ്റ് ആയിരുന്നു. ബാക്ക് ടു ചെന്നൈ വന്ന സമയത്ത് ഫുഡിന് കഴിക്കാൻ പൈസ ഇല്ല, വേറെ ഒരു തരത്തിലുള്ള സംഭവമില്ല. കാരണം പണ്ട് ഡിഗ്രി പഠിച്ച സമയത്ത് ഭയങ്കര അഹങ്കാരത്തിൽ അറിയായിരുന്നു, എനിക്ക് ഭയങ്കര വൈറ്റ് കോളർ ജോലി മാത്രമേ പറ്റുള്ളൂ, വേറെ അങ്ങനത്തെ ജോലിയും ചെയ്യൂല, അങ്ങനത്തെ കാര്യം ചെയ്യാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞ എന്നെ ദൈവം നിലത്തിട്ട് വലിച്ച്. കാരണം ചെന്നൈയിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഞാൻ അവിടെ പൈസ ഇല്ല സത്യം. കാരണം ഞാൻ അവിടെ പോയ സമയത്ത് എനിക്ക് ഫുഡ് കഴിക്കാനില്ല ഇല്ലാത്ത സമയത്ത് അമ്മ ഹോട്ടലിൽ കണ്ടു. അമ്മേൻ്റെ ഒരു സെർവിങ് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇത് റൊട്ടി കിട്ടും, അത് ചപ്പാത്തി കിട്ടും, പിന്നെ തൈര് സാദം കിട്ടും. തൈര് സാദം നമുക്ക് ഇവിടുന്ന് ഒരു പ്രീമിയം തൈര് സാദം കഴിക്കാൻ പറ്റും, അവിടെ തൈര് സാദം കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ശരിക്കും ഒരു കൈ കൊണ്ട് മൂക്ക് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് കുടിച്ചിട്ടുണ്ട്. കാരണം എന്താ, മണത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കോൾ സെന്റർ എന്ന് പറയുമ്പോൾ ഒരു ഡീസന്റ് സാലറി കിട്ടില്ല. 7,000 രൂപ 8,000 രൂപ ആ പാക്കേജ് മാത്രമേ കിട്ടത്തുള്ളൂ. അക്കോമഡേഷൻ കാര്യങ്ങൾ. എൻ്റെ ലക്ഷ്യം പൈസനേക്കാൾ ഉപരി എനിക്ക് അത്രത്തോളം സ്ട്രെസ്ഫുൾ ആ സിറ്റുവേഷൻ നാട്ടുന്നുണ്ടായിരുന്നുള്ളത്. ഓരോ പൈസ ഉണ്ടാക്കാം. അതെ, എനിക്ക് എങ്ങനെ എസ്കേപ്പ് ആവുക എന്നുള്ള രീതിയിൽ പൈസ ഉണ്ടാക്കണം. ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ഇവിടെ ആകുമ്പോൾ ആരും അറിയുന്നില്ലല്ലോ ഞാൻ എവിടുന്ന ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളെന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് വളരെ കഷ്ടപ്പാടോട് കൂടി അവിടെ ഓരോ ദിവസവും
തള്ളി നീക്കുന്ന സമയത്തൊക്കെ വിചാരിക്കും ഓക്കെ ഇന്നില്ലെങ്കിൽ നാളെ എനിക്ക് പോകാവുന്ന രീതിയിൽ. അപ്പോൾ എനിക്ക് സത്യമാണ് ഗൾഫ് പോകാൻ ഇഷ്ടമല്ലായിരുന്നു. കാരണം ആസ് എ കോഴിക്കോട്ടുകാരൻ കൊടുവള്ളിക്കാരൻ എന്ന് പറഞ്ഞ അവിടെ നമ്മുടെ പാർട്ട് 2 കേരള അതെ പെട്ടെന്ന് പോകാൻ ദുബായിലോട്ടാണ്. കാരണം ഞങ്ങൾക്ക് അടുത്ത ഡിസ്ട്രിക്ട് പോകണേക്കാൾ ഈസിയാണ് ദുബായ് പോകാൻ. അവിടെ നാട്ടുകാരെല്ലാവരും അതെല്ലാവരും ഉണ്ട്. അപ്പോൾ എനിക്ക് ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാൻ ഇങ്ങനെ തളർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാം എനിക്ക് ചോദിക്കുന്നവരെ പറ്റത്തില്ല. ആ സമയത്ത് എനിക്ക് മലേഷ്യയിൽ നിന്ന് ജോബ് ഓഫർ വന്ന് ലൈക്ക് ഒരു ഇതിലോട്ട് ലോജിസ്റ്റിക് ഫേമിലോട്ട്. ഞാൻ അങ്ങനെ അവിടേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻ കാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ പെട്ടെന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിച്ചു, ഉമ്മൻ്റെ ഉപ്പ. കാരണം അവരെ കുറച്ചുകൂടി പണ്ടൊരു ഹോട്ടലിൽ ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അയാൾ മാത്രമേ അല്ലെങ്കിൽ ഉപ്പ മാത്രമേ എന്തായിട്ടുള്ളൂ ഒരു ബിസിനസ് ചെയ്ത എനിക്ക് പരിചയമുള്ളൂ. അപ്പോൾ അതും ഹോട്ടലാണ്. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു തരം മോശം പോലെ പരിപാടി തോന്നിയിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അവരായിരിക്കും എന്നെ ഏറ്റവും കൂടുതൽ സക്സസ് ആയി കാണാൻ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ എങ്കിൽ അപ്പോൾ മരിച്ചു പോയിട്ട് കൊണ്ട് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ആ ഒരു സങ്കടം ഇപ്പോഴും എനിക്കുണ്ട്, ഒരു നികത്താൻ പറ്റാത്ത. അപ്പം ആ സമയത്ത് ചെന്നൈയിലാണുള്ളത് അല്ലേ? ചെന്നൈയിലുള്ളത്. ചെന്നൈ മലേഷ്യയിലോട്ടുള്ള ഓഫർ വന്നു. ഞാൻ അങ്ങനെ മലേഷ്യയിലോട്ട് പോകുന്നു. മലേഷ്യ പോയ സമയത്ത് ലോജിസ്റ്റിക്സ് അല്ലേ? ആ ലോജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരോട് സംസാരിക്കുന്ന ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, ഓപ്ഷൻസ് ഇല്ല. എനിക്ക് നാട്ടിൽ അടുത്ത സ്റ്റേജിലോട്ട് എത്താനുള്ള രീതിയിൽ അങ്ങനെ അവിടേക്ക് പോകുന്നു. അവിടേക്ക് പോയ സമയത്ത് ഞാൻ ലോജിസ്റ്റിക് ഒക്കെ സെറ്റപ്പ് ആയി ലൈഫ് മാറാനുള്ള കണ്ടീഷനാന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അവിടെ ഇപ്പോൾ അതിനേക്കാൾ വലിയ പെടല് അവിടെ തന്നെ ചാമ്പി. അത് ശരിക്കും ഒരു എന്താണ് ഒരു സ്കാം ആയിരുന്നു. അപ്പം അവിടെ നിന്ന് ശരിക്കും ഈ ലോജിസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല ജോലി ഉണ്ടായിരുന്നുള്ളത്. ശരിക്കും അവിടെ പോയി ഒരു ക്യാമ്പ് പോലെ സ്ഥലമായിരുന്നു, ലേബർ ക്യാമ്പ് പോലെ സ്ഥലമായിരുന്നു. അപ്പം അവിടെ ഞാൻ അത്രത്തോളം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്ത് ജോലിയായിരുന്നു? എന്ത് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെയ്യാത്ത ജോലികളിൽ ഒന്നും തന്നെ അല്ല. എല്ലാ ജോലി റെസ്റ്റോറൻറ്റ് മുതൽ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഞാൻ ഫസ്റ്റ് ആ സമയത്ത് എൻ്റെ കയ്യിലൊരു ടൊമ്മി ഹിൽഫിഗറിൻ്റെ വാച്ച് ഉണ്ടായിരുന്നു, ലിവൈസിൻ്റെ പാൻറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊരു സ്ഥലത്ത് എത്തി, ഒരു മലയാളി ഒരാൾ അയാളിനെ പറഞ്ഞു എനിക്ക് ജോലിയുണ്ട് തമ്മിൻ്റെ അടുത്താണ്, ഞാൻ ആക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പോയി. അപ്പോൾ ഞാൻ ബൈക്കിൽ കയറി ഇങ്ങനെ അവിടെ എത്തിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ലാതെ തിരക്കുള്ള ജോലിയായിരിക്കും. അപ്പോൾ ഒരു സെക്കൻഡ് ഫ്ലോറിലാണ്. ഞാൻ സെക്കൻഡ് ഫ്ലോറിൽ കയറി ഈ സമയത്ത് അയാൾ പറഞ്ഞു ബാഗെല്ലാം അവിടെ വെച്ചു എന്ന് പറഞ്ഞു. ബാഗിൽ ലാപ്പ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആണുള്ളത്. ഞാൻ ഓക്കെ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോകാൻ. അപ്പോൾ അയാൾ പറഞ്ഞു നീ കുറച്ച് നേരം ഇവിടെ ഇരിക്കും, സാധനങ്ങൾ വരും എന്ന് പറഞ്ഞു. അതൊരു മെസ്സായിരുന്നു, ഒരു 50 പേർക്ക് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം. ഓക്കെ, ഞാൻ സൈഡിൽ നിന്ന് സമയത്ത് അയാളുണ്ട് ഒരു 40 കിലോ ചിക്കൻ കൊണ്ട് വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് കത്തിയെന്ന് ആ വെട്ടിക്കോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു ടൊമ്മിൻ്റെ വാശ കെട്ടി ലിവൈസിൻ്റെ പാൻ്റൊക്കെ ഇട്ട് ചിക്കൻ വെട്ടുന്ന ആദ്യത്താണ് ഞാനായിരിക്കും. അങ്ങനെ ഞാനിത് വെട്ടാൻ തുടങ്ങി. അല്ല, അപ്പം നമ്മൾ മലേഷ്യയിലോട്ട് പോകുന്ന ഒരു ഏജൻസി വഴി? അതെ, ഏജൻസി വഴിയല്ല, ഒരു എംപ്ലോയർ. നമ്മളൊരു റെഫറൻസ് ത്രൂ, അതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ത്രൂ ചെയ്തായിരുന്നു. അപ്പോൾ വിസ ഉണ്ടാവുമല്ലോ? ആ വിസ ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ കൊണ്ടുപോയിട്ട് പിന്നെ അവർ ഒന്നും ചെയ്യാൻ അത് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടൂറിസ്റ്റ് വിസ പോലുള്ള വിസ ആണ്. 3 മാസത്തേക്ക് ഇതനുസരിച്ച് റീ എൻട്രി വീണ്ടും ചെയ്യുന്നത് പോലെ തന്നെ ടൂറിസ്റ്റ് വിസ എന്ന് പറഞ്ഞ വിസ ആണുള്ളത്. അവിടെ വിട്ടുപോയി, വേറൊന്നും ചെയ്യാനില്ല. പക്ഷെ എനിക്ക് അപ്പോഴേക്കും മൈൻഡൊക്കെ സ്ട്രോങ് ആയിട്ടുണ്ട്. കാരണം ചെന്നൈയിൽ അത് അത്ര വലിയ പാഠം പഠിച്ചിട്ടുണ്ട്. താഴേക്ക് മൂവി മുകളിലോട്ട് ആകാശം വന്ന കണ്ടീഷനാണ്. അപ്പോൾ ചിക്കനെങ്കിൽ ചിക്കന് വെട്ടുക, ഫുഡ് ഉണ്ടാക്കുക. അത് 50 60 70 70 90 വരെ ആളുകളിലോട്ട് സെർവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ രാവിലെ എണീക്കുന്നു, ഒരു 4 മണിക്ക് എണീക്കുന്നു, ചിക്കനെല്ലാം വെട്ടുന്നു, ഗ്യാസ് എല്ലാം കൊണ്ടുവരുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, കുറച്ച് നേരം റെസ്റ്റ് എടുക്കും, ഈവനിങ് വീണ്ടും തുടങ്ങും. അത്ര ആളുകൾക്കുള്ള ഫുഡാണല്ലോ. ശരിക്കും ഞാൻ അവിടെ ഒരു എക്സ്പേർട്ട് കുക്കായി മാറി. എനിക്ക് അതിന് ആ സമയത്ത് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല, അറിയുന്ന ഒരാൾ പോലും അറിയുന്ന ഒരാളില്ലല്ലോ. ഫുള്ളുള്ളത് ബംഗാളി അല്ലെങ്കിൽ അവിടുത്തെ ചൈനക്കാർ, പിന്നെയുള്ള പാകിസ്ഥാനികളൊക്കെ ഉള്ളത്. ലാവിഷ്, ഒരു കുഴപ്പമില്ല, പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പതിയെ ലോണൊക്കെ അടിച്ച് തീർക്കാൻ പറ്റിയത് തുടങ്ങി. അങ്ങപ്പോഴേക്കും ഇനി പൈസ കാര്യങ്ങളുണ്ടായി. അപ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഇനി യൂറോപ്പ് എന്നുള്ള ലക്ഷ്യത്തിനേക്കാണ് ഉപരി ഞാൻ എല്ലാ സമയത്തും എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതും, എനിക്കിത് ചെയ്യണം. ഞാൻ മലയാളം മോട്ടിവേഷൻ ഒരു ഇതൊക്കെ എല്ലാം കേട്ടു, യൂട്യൂബ് എല്ലാം കണ്ടുകൊണ്ടിരിക്കും. കാരണം മോട്ടിവേറ്റ് ഞാനല്ലാതെ വേറെ ആരും അവിടെ അല്ലായിരുന്നു. അപ്പോൾ തളർന്നു പോരുതല്ലോ. കാരണം ചില സമയത്ത് ഞാൻ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നുള്ളത്, എന്ത് ചെയ്ത് പോയാലുള്ള രീതി. കാരണം അവിടെ എന്നോട് എന്ത് ചെയ്യുകയാണ് അല്ലെങ്കിൽ അറിയ ഓക്കെ എന്ന് പോലും ചോദിക്കാൻ ഒരാളില്ല. നമ്മൾ കണ്ണാടി നോക്കി ഒന്നും ചോദിക്കാനേ പറ്റുള്ളൂ ഞാൻ ഓക്കെ ആണെന്നല്ലേ. അപ്പോൾ അത്രയും സിറ്റുവേഷൻ സമയത്ത് അങ്ങനെ എല്ലാ ദിവസവും കടലാസിൽ എഴുതിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും മേ ബി ഞാൻ ഈ പോഡ്കാസ്റ്റിൽ വന്നുള്ളത്. ഞാൻ വളരെ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ ആരെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരുടെ പറയാൻ പറ്റുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ എന്നുള്ളത്. അപ്പം അങ്ങനത്തെ രീതിയിൽ ഞാൻ അവിടുന്ന് സർവൈവ് ആയിട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് പക്ഷേ ഗുണമുണ്ടായി, നമുക്ക് പൈസ കുറച്ച് നാട്ടിലോട്ട് അയക്കാൻ പറ്റിയിട്ട് എൻ്റെ കുറേ കടങ്ങൾ അതിലൂടെ വീടാൻ പറ്റി. അപ്പോൾ ആ തുടക്കകാലത്ത് തന്നെ കേട്ടോ. പിന്നെ അതിനുശേഷം ഞാനിങ്ങനെ എവിടെ ആളുകൾ കണ്ടാൽ ചാടിക്കറി സംസാരിക്കും. അവിടെ ഞാൻ ജോഹർ ബാറു എന്ന സ്ഥലത്ത്, അത് സിംഗപ്പൂർ മലേഷ്യ ബോർഡർ ആയിരുന്നു. അപ്പോൾ അവിടെ സംസാരിക്കാൻ തുടങ്ങിയ ആളുടെ അടുത്ത് നിന്ന്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ചൈനക്കാരനെ
മീറ്റ് ചെയ്യാൻ പറ്റി. അയാൾ ത്രൂ എനിക്ക് ശരിക്കും ലോജിസ്റ്റിക് കമ്പനിയിൽ തന്നെ ജോലി കിട്ടി. അപ്പോൾ ശരിക്കും ലോജിസ്റ്റിക് കമ്പനിയിൽ തന്നെ ജോലി കിട്ടി. അയാളിൻ്റെ വിസ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നു. ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അത് സിംഗപ്പൂർ മലേഷ്യ ബേസ്ഡ് ഒരു കമ്പനി ആയിരുന്നു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുക, സിംഗപ്പൂർ ട്രാവൽ ചെയ്യുക, ഇവിടെ ട്രാവൽ ചെയ്യുക, വിസ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നു. കാരണം അവർ ഡെത്തോ ഒരു കാറ്റഗറി പെട്ട ഒരാളാണ്. ഇപ്പോൾ എല്ലാം ഹൈലി ഹാൻഡ് ആയിരിക്കും. അപ്പോൾ എല്ലാ കാര്യം പെട്ടെന്ന് സ്മൂത്തായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി എക്സ്പോഷറായി കുറച്ച് ലൈഫ് കുറച്ചുകൂടി ബെറ്റർ സെറ്റിൽമെന്റിലോട്ട് വന്ന് ഫിനാൻഷ്യലി പതിയെ ഫ്രീഡത്തിലോട്ട് വന്ന്. പക്ഷെ അതൊന്നും ബിസിനസ് കാര്യങ്ങളൊന്നും ഐഡിയ ഇല്ല. എത്ര വർഷമായിട്ടുണ്ടാവും അങ്ങനെ? ആ സമയത്ത് ഏകദേശം ഒരു വർഷവും ഒരു 3-4 മാസമായിട്ടുണ്ടാവും. കാരണം എനിക്ക് വിസ അടുത്ത സെഗ്മെന്റിലോട്ട് റിന്യൂ ചെയ്യുന്ന സമയപ്പോഴേക്കും ഞാൻ തിരിച്ചു വന്നു. ആ സമയം ആൾ പറഞ്ഞു നീ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല, നീ പോയിക്കോ എന്നുള്ള കണ്ടീഷനിലോട്ട് വന്നു. അപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നിട്ട് ഞാൻ പിന്നെ പോകുന്നത് ദുബായിലോട്ടാണ്. നമ്മളെ ഒഫീഷ്യൽ ഞങ്ങളെ സെക്കൻഡ് ക്യാപിറ്റൽ ആയിട്ടുള്ള. അങ്ങനെ ദുബായിലോട്ട് പോകുന്നു. മലേഷ്യയിൽ നിന്ന് നേരെ ദുബായിലോട്ട്? അല്ല, നാട്ടിലെത്തി. കാരണം നാട്ടിലെത്തിയ ശേഷം അപ്പോഴേക്കും നാട്ടുകാർ വിചാരിച്ചു ഞാൻ മലേഷ്യയിൽ പോയി സെറ്റിൽ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അതെ, അവർക്കറിയില്ല അവിടെ പോയി ചിക്കൻ വെട്ടിയാണെന്നുള്ളത്. പക്ഷേ ആരോടും പറഞ്ഞില്ല. ഒരു ഗുണം ഉണ്ടായി. ഞാൻ ആ മലേഷ്യയിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും പണ്ടത്തെ ഇമേജ് അങ്ങ് മാറി കേട്ടി. പുതിയ പുറത്ത് പോയാന്ന്. അപ്പോൾ എല്ലാവരും ഗൾഫിൽ പോയാണ് ചെയ്യുന്നില്ല, ആരും മലേഷ്യക്കൊന്നും പോകുന്നില്ല. മലേഷ്യ എന്ന് പറയുന്ന ഒരു നോവൽറ്റി. അതെ, പുതിയ സംഭവം. അതെ. ആക്ച്വലി വീട്ടിലറിയായിരുന്നോ? വീട്ടിലറിയായിരുന്നു. വീട്ടുകാർക്ക് മാത്രമേ അറിയാം. പറഞ്ഞു. ഞാൻ ഇതിന്റെ സപ്പോർട്ടീവായിട്ട് വരുത്തുള്ള എൻ്റെ 2 താത്തമാരായിരുന്നു. അപ്പോൾ ഫൗസിയ ഫസീല എന്ന് പറയും. പിന്നെ അവരെടുത്ത് ഞാൻ ഷെയർ ചെയ്യും. പിന്നെ കസിൻ ബ്രദർ, ഇപ്പോൾ എൻ്റെ കോ ഫൗണ്ടർ ഡോക്ടർ ഷഫീഖ്. അപ്പോൾ അവരെടുത്ത് ഇൻഫോം ചെയ്യും ഇങ്ങനെയാണ് സംഭവങ്ങൾ എന്നുള്ളത്. അപ്പോൾ അവർ പറയും ഓക്കെ ഫൈൻ. പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്കും പറയാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അത്രത്തോളം മോശത്തിലേക്കുന്നു. ഞാൻ വിളിച്ച് പറയും, ഞാനും കരയും അവരും കരയും. അപ്പോൾ ഒരു അവസ്ഥ രസമല്ലല്ലോ. പിന്നെ ഞാൻ നാട്ടിൽ വന്നു. അതിനുശേഷം ദുബായിലോട്ട് പോയി. ദുബായിൽ പോയ സമയത്ത് ഞാൻ ഫസ്റ്റ് ഇ കൊമേഴ്സ് കാണുന്നുള്ളത്. ദുബായിൽ എങ്ങനെയാണ് പോയത്? ദുബായിൽ എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അവിടെ പോകാൻ പറ്റുന്ന കാര്യം. വിസിറ്റ് എടുത്ത് പോയി. അപ്പോൾ ഞാൻ പോയ സമയത്ത് തന്നെ ഒരു ഇ കൊമേഴ്സ് കമ്പനിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഷോപ്പ് കീസ് എന്ന് പറയും. അപ്പോൾ ഇന്ന് വലിയൊരു കമ്പനിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് മജൻഡോ അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മജൻഡോ ഉണ്ടായിരുന്നു. അവർ അതുപോലെ തന്നെ ആമസോണിന് പകരം വേറൊന്നുള്ളത് ന്യൂൺ അങ്ങനെ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. പണ്ട് മുതലേ ഞാൻ എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ തുടങ്ങി. ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ. അപ്പോൾ ക്രൈസ് അടിപൊളി പരിപാടി. പ്രൊഡക്റ്റ് അതും നമ്മൾ ഈ ആൾക്കാരോട് സംസാരിക്കുന്നതും തമ്മിൽ കുറച്ച് സിമിലാരിറ്റീസ് അതുപോലെ തന്നെ അതായത് എനിക്ക് കസ്റ്റമർ പ്രോസ്പെക്റ്റീവ് ചിന്തിക്കാൻ എനിക്ക് അറിയാതെ പഠിച്ചു പോയ കാര്യമാണ്. അതായത് ഒരാൾ എന്ത് ചിന്തിക്കും, ഒരാൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള രീതിയിൽ നമ്മളത് ഗസ് ചെയ്ത് അതിനനുസരിച്ച് കസ്റ്റം ചെയ്ത് പറയും. അതുപോലെ തന്നെ കാരണം അന്ന് ChatGPT കാര്യങ്ങളൊന്നുമില്ല. അന്ന് ആകെയുള്ള ഗ്രാമറിലാണ്. അപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് എത്രത്തോളം നല്ലതെന്നല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് ഈ ഓരോ ഡിസ്ക്രിപ്ഷൻ ഇപ്പോൾ ഈസി അല്ലേ, ഒരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു കൊടുത്താൽ 10 സെക്കൻഡ് എടുപ്പം കിട്ടും. അന്ന് നമ്മൾ മാനുവലി തന്നെ എഴുതണം. അത് കുറേ റെഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലുള്ള കുറേ രാജ്യങ്ങളിലെ ഇ കൊമേഴ്സ് ആമസോൺ സൈറ്റുകളായിരുന്നു. കാരണം അത് ഞാൻ കുറച്ചുകൂടി ഫിഗർ ഔട്ട് ചെയ്ത് സെയിം ആ സമയത്ത് GCC തന്നെ ആ സമയത്ത് ഡ്യൂപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് മനസ്സിലായി ഓക്കെ കൊള്ളാം പരിപാടി. എത്ര പ്രൊഡക്ട്സിന്റെ എഴുതിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻസ്? ഞാൻ ആ ഏർലി സ്റ്റേജ് ആ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. അന്ന് ഏകദേശം ഒരു 300+ SKU ഉണ്ട്. അതിനെല്ലാം തന്നെ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. അത് ഇന്ന് ഒരു എന്തെങ്കിലും പഠിച്ച ഒരു കാര്യങ്ങൾ പറയാമോ? ബുള്ളറ്റ് പോയിന്റ് ആക്കുക എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ പണ്ട് essay പോലെ അങ്ങോട്ട് പരത്തിയതും ചെയ്യും. പിന്നെ എനിക്ക് മനസ്സിലായി ഒരാൾക്ക് വായിക്കണം പോയിന്റ് ബേസിൽ എഴുതേണ്ടത്. ഇപ്പൊ പോയിന്റ് ബേസ് ആക്കാൻ പറ്റി, പെട്ടെന്ന് കണ്ടുപിടിക്കാം. പിന്നെ അന്നൊരു ആരോ പോലത്തെ ഒരു ടിക്ക് പോലെ സാധനങ്ങൾ ഇടുക, അങ്ങനെ കുറച്ച് ആൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. പക്ഷെ അന്ന് ഞാൻ കീവേഡ് പഠിച്ചിട്ടില്ല കേട്ടോ. കീവേഡ് എന്താ എനിക്കറിയത്തില്ല. അപ്പോൾ കാരണം അത് കുറച്ചും ബാക്ക്ഗ്രൗണ്ട് അത് ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്നതായിരുന്നു, SEO റിലേറ്റഡ് ആളുകൾ ചെയ്തതായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല. അങ്ങനെ ആ പക്ഷെ അവിടെ ഫാസിലിന്റെ ഒരു ഇത് വെച്ച് നോക്കിയാൽ അവിടെ തന്നെ ഇരിക്കാൻ സാധ്യതയില്ലല്ലോ, മറ്റു കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. കുറെ കാര്യങ്ങൾ ആൾക്കാരോട് സംസാരിക്കുക. കാരണം അതായത് അവിടെ ഞങ്ങൾ ഒരു കൈൻഡ് ഓഫ് ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡൽ. കാരണം അവിടെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഉണ്ടാകത്തില്ല. അധികം മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ ഓരോ ആൾക്ക് മാർക്കറ്റിൽ വിളിക്കുന്നു, പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്, അതാണോ ഇതാണോ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, വരുന്നതിനനുസരിച്ച് ഷിപ്പ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ. പിന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 2017 സമയത്ത് ഡിഗ്രി കഴിഞ്ഞ് ഞാൻ മലേഷ്യയിൽ പോയി, പിന്നെ അവിടേക്ക് നേരെ പോകുന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് അവിടെ എത്തിയിട്ടുണ്ട്. കാരണം ഇയർ മേ ബി കറക്റ്റ് ആൻ ചാൻസ്, കാരണം എനിക്ക് അത് എത്ര കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ പഠിച്ചു. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവിടെ എത്രത്തോളം ഒരു എന്തോ ഞാൻ അങ്ങോട്ട് ഫിറ്റ് ആവുന്നില്ല. പക്ഷേ സാഹചര്യം കൊണ്ട് വേണമെങ്കിൽ നിൽക്കായിരുന്നു, പക്ഷേ ഞാൻ അവിടെ നിന്നിട്ടില്ല. ഞാൻ തിരിച്ച് പോകുന്ന സമയത്ത് എൻ്റെ ഒരു മെൻറ്ററെ പരിചയപ്പെട്ടു, രമേശ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അയാൾ പണ്ട് ഡൽഹിയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഡൽഹി അടിപൊളി സ്ഥലമാണ്, എനിക്ക് പറ്റിയ സ്ഥലമാണ്. മലയാളികൾ ആരുമില്ല. കാരണം എനിക്ക് മലയാളികളുള്ള സ്ഥലത്ത് പോകാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. എന്താ പ്രത്യേകിച്ച് ഈഗോ പ്രശ്നമൊന്നുമല്ല, എനിക്ക് ഏകദേശം കുറച്ചുകൂടി എനിക്ക് ഒന്നുകൂടിയും വൈഡ് റേഞ്ചിൽ ഇറങ്ങിയ ആളുകൾ സംസാരിക്കും കുറേ കോൺസെപ്റ്റ്. മറ്റേതാകുമ്പോൾ വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ചിലപ്പം നമ്മൾ ഒരേ സിമിലർ ആയിട്ടുള്ള ആൾക്കാർ നമുക്കൊരു എക്സ്പോഷറോ ഗ്രോത്തോ കാണാൻ ഒരു പക്ഷേ കുറഞ്ഞു പോവാം. അങ്ങനത്തെ കുറെ തോട്ടുകൾ ഉണ്ടായിരുന്നു എന്നെ സമയത്തോളം. ഒരിക്കലും ഒരു ഈഗോ പ്രശ്നമല്ലായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ബിറ്റ്വീൻ മലേഷ്യ ആൻഡ് ദുബായ് എന്തായിരുന്നു ഒരു ഡിഫറൻസ് രണ്ടും കൂടെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ? ഒന്ന് ഞാനൊരു ഒരു പതനത്തിൽ നിന്നും പതിയെ അങ്ങോട്ട് ഇറങ്ങി ഒരു പിടിവള്ളി കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ എവിടെയൊക്കെയോ പ്രതീക്ഷ ഉണ്ട് എന്നുള്ള രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ലൈഫ് കുറച്ചുകൂടിയും. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ധൈര്യം വെക്കാൻ തുടങ്ങി. വണ്ടി എനിക്ക് ഒരു ലൈറ്റ് ഇട്ട റൂമിൽ അടുത്ത റൂമിൽ ഓഫാക്കിയിട്ട് പോകാൻ പേടിയില്ല. ഞാനിപ്പോൾ റൂമല്ല ലോകം മൊത്തം ഓടി പോകുന്ന രീതിയിലോട്ട് വന്നു, അത്രയും കഷ്ടപ്പെട്ടിട്ട് രീതിയിലായത് കൊണ്ട് തന്നെ. ശരി, അങ്ങനെ ഞാനത് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഡൽഹി പോകാൻ ഗൂഗിൾ മാപ്പിൽ പറഞ്ഞു നീ ഹസ്രത്ത് നിസാമുദ്ദീനിൽ ഇറങ്ങണം, അതിനുശേഷം പാലിറങ്ങി ഇപ്പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ മെട്രോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കാരണം മെട്രോ പാർക്ക് തോന്നി അയാൾ പണ്ടെങ്ങാൻ പോയതാണ്. അപ്പോൾ ഞാൻ അയാളെ റെഫറൻസിൽ അവിടെ എത്തി. ഒരു വിന്റർ സമയത്ത് അവിടെ ഒരു സെക്കൻഡ്. അപ്പം ഈ രമേശിനെ എങ്ങനെ പരിചയപ്പെട്ടു? രമേശ് അവിടെ എത്തിയ സമയത്ത് ഇവിടെ ദുബായിലെത്തിയ സമയത്ത് അയാൾ അവിടെ വർക്ക് ചെയ്തു. എങ്ങനെ മെന്ററായിട്ട് പുള്ളിനെ എങ്ങനെ? അയാൾ കാരണം ശരിക്കും ആ ഒരു വ്യക്തിയാണ് എന്നെ കുറെ കാര്യങ്ങൾ ഡയറക്ഷൻ തന്നുള്ളത്. കാരണം ഒരു മനുഷ്യൻ എന്നെ ഡയറക്ഷൻ തന്നിട്ടില്ലായിരുന്നു. അപ്പം ഇപ്പൊ ശരിക്കും ഞാൻ അതാണ് എനക്കോ പറ്റുന്ന പോലെ സൊസൈറ്റി തിരിച്ചു ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൈസനേക്കാളും ഉപരി ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ അവിടെ എത്തുന്നു. അയാൾ എനിക്ക് പറഞ്ഞാൽ ഡൽഹി പുള്ളി പറഞ്ഞ ഒരൊറ്റ വാക്കിലാണ് ഡെഫിനറ്റ്ലി ഒരൊറ്റ ഓപ്ഷനൊന്നുമില്ല. കാരണം ഞാൻ ചിന്തിച്ചിട്ട് പോലില്ല. അപ്പോൾ അയാളെ മോട്ടിവേറ്റ് ചെയ്ത് അപ്പം അയാൾ ഞാൻ പറഞ്ഞ പ്രകാരം ഞാൻ ഡൽഹിയിലോട്ട് പോയി. ട്രെയിൻ കയറി. ആ ഫ്ലൈറ്റ് കയറുന്നേക്കാൻ എനിക്കൊരു ഉള്ളൊരു ഭയം, ട്രെയിനൊക്കെ ആണ് എന്താ സംഭവിക്കുക, കുറെ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഞാൻ അവിടെ എത്തി. ആ പറഞ്ഞതുപോലെ തന്നെ അന്ന് അവിടെ മെട്രോ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ മെട്രോയിൽ കയറിയിട്ട് ആ പറഞ്ഞ സ്ഥലത്ത്, ശരിക്കും ഡൽഹി അല്ല ഗുരുഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഗുരുഗാവ് സ്ഥലത്ത് ഇറങ്ങി. അയാളിനോട് പറഞ്ഞു വാട്ടിക്ക എന്ന് പറഞ്ഞ ബിൽഡിംഗ് ഉണ്ട്, നീ അതിനടുത്ത് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. നിരിക്കൽ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു വാട്ടിക്കിൻ്റെ അടുത്ത് നിന്നു. അയാൾ ഞാൻ വിളിച്ചു, വാട്ടിക്കിൻ്റെ അടുത്തുണ്ട്. അവിടെ വാട്ടിക്കൻ്റെ ബിൽഡിംഗ് ഉണ്ട്. ഏത് വാട്ടിക്കൻ്റെ മുന്നിലുണ്ട്. ഞാൻ ഇതിന് മുന്നിൽ തന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷൊക്കെ പറയുന്നുള്ളത്. അല്ല വാട്ടിക്ക ബിൽഡിംഗ്, വാട്ടിക്ക ഒരു ബിൽഡിംഗ്, ഒരു കോൺഫറൻസ്, ഒരു കമ്പനീൻ്റെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഞാൻ മുന്നിൽ നിൽക്കുക. അപ്പോൾ അയാൾ എന്നെ വന്ന് കൊണ്ടുപോയി. ഞാൻ അവിടെ എത്തി. അവിടെ എത്തിയതിനു ശേഷം ഞങ്ങൾ കുറച്ച് സമയം അയാൾ റൂമിൽ താമസിക്കുക. പിന്നെ PG ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. ജോലിക്ക് വേണ്ടിയിട്ടാണ്? ഡെഫിനറ്റ്ലി ജോലിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഞാൻ ആപ്ലിക്കേഷൻ്റെ ഒരു ഘോഷയാത്രയായിരുന്നു. എല്ലായിടത്തേക്കും ജോബ് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ ഓരോ ജോലിക്ക് വേണ്ടിയിട്ട് റെസ്യൂം പ്രിപ്പയർ ചെയ്യുന്നത്. അത് അന്ന കാലത്ത് ഞാൻ കഴിഞ്ഞ ഒരുപാട് കാലം ട്രൈ ഔട്ട് ചെയ്ത കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത്രത്തോളം അത് പത്രത്തിൽ നോക്കിയിട്ടാണോ? ഓൺലൈൻ നോക്കിയിട്ട്. അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ ചെറിയ ഫോണൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ അന്ന് 5-6 കിലോമീറ്റർ എന്ത് ചെയ്യും നടക്കും. കാരണം അന്ന് കുറച്ച് വിൻ്ററാണ്, തണുപ്പ്, എത്ര വെയിലില്ല. അപ്പോൾ നോക്കും വോട്ടർ കാർഡ് ചോദിച്ചു എത്ര 20 രൂപ. പോക്കൽ നോക്കിയ സമയത്ത് ആകെ 10 രൂപ നടന്നേക്കാം, കുറച്ച് എക്സസൈസ് ഒക്കെ എല്ലാ സമയത്ത്. കാരണം ഹിന്ദി പ്രശ്നം ഉണ്ടായോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല, എല്ലാ ഭാഷയും സംസാരിക്കും. ഓർക്ക് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ എത്തി. അങ്ങനെ ഓരോ സ്ഥലത്ത് ഇൻ്റർവ്യൂ പോകാൻ തുടങ്ങി. സ്വിഗ്ഗിയിൽ സൊമാറ്റോയിൽ എനിക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. UAE റീജിയനിലൂടെ ഒരു ബാക്ക് ആൻഡ് സപ്പോർട്ടായിട്ട്. അങ്ങനെ 15 ദിവസം അവിടെ ട്രെയിനിങ് കഴിഞ്ഞു. കസ്റ്റമർ സപ്പോർട്ടിലാണോ ട്രൈ ചെയ്തത്? കസ്റ്റമർ സപ്പോർട്ട് അല്ല, ബാക്ക് ആൻഡ് സപ്പോർട്ട് വേറെ സപ്പോർട്ടായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ല, ബാക്ക് ആൻഡ് സപ്പോർട്ടൊക്കെ മാറി. എല്ലാത്തിലും ട്രൈ ചെയ്യണം. അതായത് എൻ്റെ കയ്യിൽ ഒരു 10-20 തരം റെസ്യൂം ഉണ്ടാവും. ഓരോ ജോലിക്കും റെസ്യൂമുള്ളത്. അപ്പോൾ അങ്ങനെ 15 ദിവസം കഴിഞ്ഞ സമയത്ത് അയാളിനെ വിളിച്ച് തോളി തട്ടി പറഞ്ഞു, എൻ്റെ ഇംഗ്ലീഷ് വളരെ മോശമാണ്, വിട്ടോ. ശരി, എന്താ ചെയ്യേണ്ടത്? 15 ദിവസം ശേഷം ഒരു ടാഗ് ഉണ്ട്, ആദ്യം ഊരി തന്നാൽ മതി എന്ന് പറഞ്ഞു. ശരി, ഊരി കൊടുത്ത് ശരിക്കും 15 ദിവസം സ്വിഗ്ഗിയിൽ സൊമാറ്റോയുടെ ഒരു സ്ഥലത്ത് ഒരു പേര് മറന്നു, മോട്ടിനഗർ ആണ് ശരിക്കും ആ സ്ഥലം ഉണ്ടായിരുന്നുള്ളത്. കോൾസ് അല്ല, ബാക്ക് ആൻഡ് സപ്പോർട്ട് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. ജിൻഡൽ ആയിരുന്നു അതിനെ ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിൻഡലിന്റെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളൊരു പഞ്ചാബിലുള്ള ഒരാളായിരുന്നു എന്നോട് പറഞ്ഞത് ഇംഗ്ലീഷ് മോശമാണ്, നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും എനിക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ അറിയുന്നില്ല, ഗ്രാമർ ശരിയല്ല എന്നല്ല. അയാൾ പറഞ്ഞ ഒത്തിരി തെറ്റില്ല. അയാൾ പറഞ്ഞ 100% കറക്റ്റ്. പക്ഷേ അയാൾ പ്രസന്റ് ചെയ്ത് കുറച്ചുകൂടി എന്നെ സമയത്തോളം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങ് പറയാ, അതുപോലെ തന്നെ പറയുന്ന വാക്കൊക്കെ ശരിക്കും അതൊക്കെ ലേണിങ്സ് ആട്ടോ. ഒരിക്കലും ഒരാളടുത്ത് അങ്ങനെ പറയരുത് ഞാൻ പഠിച്ചായിട്ട്. അപ്പോൾ ഞാനത് കഴിഞ്ഞു. പിന്നീട് ഞാൻ ഓരോ ബസ് സ്റ്റോപ്പിലൊക്കെ നിന്ന് ഞാൻ ഇങ്ങനെ നോക്കി എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഹയറിങ് ഓപ്ഷൻസ് ഉള്ള രീതിയിൽ. അങ്ങനെ ദിവസം മെട്രോയിൽ ഇങ്ങനെ റൂമിൽ പോയ സമയത്ത് വിളിക്കുന്നു. ഒരു
ഈ ഓയിൽ HR വിളിക്കുന്നുണ്ട്. Okay. അവളുടെ പേര് ബെഹന്തിക മൽഹോത്ര എന്ന പേര്. അപ്പോൾ മറന്നു ഓയോന്ന് മറക്കില്ല ദൈവമാണ്. അതിനെ വിളിച്ച് ചോദിച്ചു ഫാസിലാണ് ഇത് ഇങ്ങനെ ഇൻ്റർവ്യൂ ഉണ്ടാവും. വരാമല്ലോ കുഴപ്പമില്ല. ഞാൻ ലൊക്കേഷൻ ചോദിച്ചു. ലൊക്കേഷൻ ഇങ്ങനെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്തുണ്ട് ഭയങ്കര കിലോമീറ്റർ അധികം. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഇഷ്ടപ്പെട്ടതല്ല, കാരണം വണ്ടി എടുത്ത് പോകേണ്ടതാണ്. ഒരു 5 കിലോമീറ്റർ കാണാൻ നടക്കും ഈ രാവിലെ എണീറ്റ്. പക്ഷേ എങ്കിൽ ഏകദേശം ഒരു 18-19 കിലോമീറ്റർ ഉണ്ട്. ഔട്ട് ഓഫ് ദ ബഡ്ജറ്റാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ എന്ത് ചെയ്ത് ഷെയർ ഓട്ടോ കയറി അവിടെ പോയതിനു ശേഷം അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. അത് സപ്ലൈ എക്സലൻസ്. ഞാൻ ഈ ജോലിയോടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് സപ്ലൈ എക്സലൻസ് അസോസിയേറ്റ് എന്നുള്ള ജോലി. അതായത് സൗത്ത് ഇന്ത്യയിൽ അവർക്ക് ഓയോ ഹോം സെഗ്മെന്റിൽ പ്രോപ്പർട്ടി ഓൺബോർഡ് ചെയ്യിപ്പിക്കണം. പക്ഷേ അതിന് മലയാളം സംസാരിക്കണം, ഹിന്ദി സംസാരിക്കണം, തമിഴ് സംസാരിക്കണം, കുറെ സംസാരിക്കുന്ന ഒരാളെ വേണം. അത് അത്യാവശ്യം എഫിഷ്യൻ്റ് ഒരാളായിരിക്കണം. കുറേ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ അവിടെ മലയാളികളെ സംസാരിക്കും. എൻ്റെ ഭാഗ്യം കൊണ്ട് അവർ കിട്ടിയില്ല നല്ലൊരാളെ. അതുകൊണ്ട് ഞാൻ അവിടെ പോന്നു. ഞാൻ പോയ സമയത്ത് എന്നോട് പറഞ്ഞ ഒരു 9ാമത്തെ ഫ്ലോറിലാണ് ഇൻ്റർവ്യൂ. ഞാൻ അവിടെ റിസപ്ഷനിൽ കയറിയ സമയത്ത് അതൊരു കോർപ്പറേറ്റ് ഓഫീസാണ്, ഗ്ലോബൽ കോർപ്പറേറ്റ് ഓഫീസാണ്. റിതേഷ് അഗർവാൾ, അതെ, റിതേഷ് അഗർവാൾ, ആത്യ ഘോഷ്, ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ 9ാം ഫ്ലോറിൽ പോയ സമയത്തുണ്ട് ഒരു ചില മൂവിൽ നമ്മൾ കാണത്തില്ലേ, ഫുള്ളായിട്ട് ആളുകളാക്കി ലാപ്പ് എടുത്ത് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ഞാൻ എൻ്റെ കോർപ്പറേറ്റ് ഞാൻ ലൈഫിൽ അത്രയും കൂടുതൽ മാക്കിൻ്റെ ലാപ്പ് കണ്ട് അവിടെ നിന്നായിരുന്നു. അപ്പോൾ അത്രത്തോളം മാക്ക് കാണാൻ തുടങ്ങി. ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, ബുക്ക് എടുത്ത് ഓടുന്നുണ്ട്, ഇതെടുത്ത് ഓടുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ശരി. അപ്പോൾ അങ്ങനെ ഓയോന്റെ ഓഫീസിലെത്തി. റിതേഷ് അഗർവാൾ ഇരിക്കുന്ന ഓയോന്റെ HQ-ലാണ് എത്തിപ്പെട്ടത് അല്ലേ? അവിടെ നിന്നുള്ള ജേർണി എങ്ങനെയാണ്? അപ്പോൾ ഞാൻ അവിടെ അത് ഇൻ്റർവ്യൂ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ ആ ഫ്ലോർ നോക്കുന്ന സമയത്ത് തന്നെ എല്ലാ ആളുകളും ഡിഫറെൻറ്റ് വേൾഡ് നിൽക്കുന്ന പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഇവിടെ ജോലി കിട്ടണം, എനിക്കൊന്നും നോക്കാനില്ല, എനിക്ക് ഫുള്ള് പവർ വന്ന് ഒരു കോൺഫിഡൻസ് എവിടുന്നോ എനിക്ക് കയറി അങ്ങോട്ട് വന്ന്. അപ്പോൾ ശരിക്കും എന്നെ സമയത്തോളം കോൺഫിഡൻസ് വന്ന് പറയാൻ ഒന്നും തന്നെയല്ല, നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന റിയാലിറ്റി മാത്രമേ കോൺഫിഡൻസ് ഉള്ളൂ. അപ്പോൾ അവിടെ കോഫി തരുന്നു, വെള്ളം തരുന്നു, കൊള്ളാലോ, കുറേ സമയം ഇരുന്നാൽ കൊള്ളാം. അതെ, അങ്ങനെ ഫസ്റ്റ് തന്നെ എനിക്ക് HR റൗണ്ട് കഴിഞ്ഞ ശേഷം സെക്കൻഡ് റൗണ്ട് പറഞ്ഞ പ്രൊജക്ട് മാനേജർ ആയിരുന്നു. പ്രൊജക്ട് മാനേജർ കഴിഞ്ഞ് പിന്നെ വരുന്നുള്ളത് ഓയോ ഹോം സെഗ്മെന്റിന്റെ ഓപ്പറേഷൻ ഡയറക്ടറാണ്. അതായത് ഇംഗ്ലീഷിലാണോ അതോ ഇംഗ്ലീഷിലാണ്? ഇംഗ്ലീഷ് ഒരു പ്രശ്നമുള്ള കാര്യമല്ല, അത് ഞാൻ തകർക്കും. അങ്ങനെ ആ ഓപ്പറേഷൻ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റയർ പാൻ ഇന്ത്യയുടെ ഓപ്പറേഷൻ ഡയറക്ടറാണ് ഓയോ ഹോം സെഗ്മെന്റ്. അത്രയും ടോപ്പ് ഇരിക്കുന്ന ഒരാളാണ്. അയാളുടെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടിപ്പിക്കലി ഇത് റെസ്യൂം കൊടുത്തിട്ടല്ല, എൻ്റെ അടുത്ത് ഒരു വൈറ്റ് ബോർഡിൽ ഒരു മാർക്കർ തന്നിട്ട് പറയും ഇത്ര കാലം വർക്ക് ചെയ്തല്ലേ, എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് ഞാനൊരു 3 മണിക്ക് എൻ്റർ ചെയ്ത ഇന്റർവ്യൂക്ക് എനിക്ക് തോന്നുന്നു നൈറ്റ് ഒരു 7-8 മണി സമയത്താണ് കഴിയുന്നുള്ളത്. ഏകദേശം 5-6 റൗണ്ട് അവർ നിർത്തി പൊരിച്ചു തന്നെ, ഇവിടുന്ന് കാര്യങ്ങൾ ചോദിച്ച് ഒരു ടിപ്പിക്കലി അതെന്താ ഫോർമാറ്റ് ചോദിക്കുക, ഫോർമുല ചോദ്യം ഒന്നുമല്ല, റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. അതിനെ നമ്മൾ എങ്ങനെ അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, തിങ്കിങ് ചെയ്യുന്ന ആളുകൾ, കസ്റ്റമർ പ്രോസ്പെക്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ഫേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു കാര്യം ബേസ് എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കും. അതെ. അപ്പോൾ അവർ ഫ്രം ദ സ്ക്രാച്ച് മുതൽ അവിടെ എടുത്തിട്ട് കൊടുന്നെ. ആ സമയത്ത് എനിക്കും ഇൻട്രസ്റ്റിങ് സംസാരിക്കുന്ന കാര്യങ്ങൾ, കാരണം എന്തെങ്കിലും അവർ ചോദിക്കുക ഒരു അക്കാഡമിക് റിലേറ്റഡ് ഒന്നും പറയാൻ പറ്റത്തില്ല, എനിക്ക് അതിനകത്ത് ഒന്നുമില്ല. പക്ഷേ എങ്കിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളായ സമയത്ത് ഞാൻ എന്ത് പറയും, പിന്നെ അവിടെ ഓരോ സ്റ്റോറി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ സ്റ്റോറി കേട്ടു പിന്നെ പറയുന്ന. അപ്പോൾ അതിൽ കഴിഞ്ഞു അവർ. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു 3-4 ദിവസത്തിന് ശേഷം സെലക്റ്റഡ് ആയിട്ട് എന്ന് പറഞ്ഞു. ഞാൻ സെലക്റ്റഡ് ആയിട്ട് അവിടെ പോയി. അപ്പോൾ ആ ഒരു കമ്പനി പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഒരു മലയാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ നമ്മൾ പറയല്ലേ യു ആർ ദ ആവറേജ് ഓഫ് സറൗണ്ട് ഓഫ് 5 എന്ന് പറയും. അതാണ് ആക്ച്വലി എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ പോയ സമയത്ത് അവിടെ 99% ആളുകളും NITians, IITians, BIT, IIMs ഈ പറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ ക്വാളിഫൈഡ്. അതെ, ഞാൻ അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി ഗാർഡ്, സ്വീപ്പർ, ഈ ആൻറ്റിമാർ വെച്ച് ബാക്കി എല്ലാവരും ഈ പറഞ്ഞ ആളുകളാണ്. ഞങ്ങൾ 5 പേര് കാറ്റഗറി, ബാക്കി എല്ലാ ആളുകളും ഈ പറഞ്ഞ ആളുകളാണ്. അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് പല ആളുകളും 2 കോടി 5 കോടി രൂപയുടെ ബിസിനസ് ചെയ്ത് ഫെയിലിയർ ആയിരുന്ന ആളുകൾ ചിരിച്ചുകൊണ്ട് വന്ന് വീണ്ടും വർക്ക് ചെയ്യുന്നു, പഠിക്കുന്നു. ഒരു വർക്കിംഗ് കൾച്ചറല്ല, അവിടെ വേറെ എന്തോ കൾച്ചറാണുള്ളത്, ഒരു ലേണിംഗ് കൾച്ചർ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് ഓരോ ദിവസം ഞാൻ ഓരോ MBA എടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സംസാരിക്കാനും പഠിക്കാനും ഒരുപാട് കാര്യം പഠിക്കാൻ എനിക്ക് മനസ്സിലാവില്ല എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ കയറുന്ന സമയത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും വേറെ ലോകത്തോട്ടായി പോയി വരുന്നത് പോലെ ഫീൽ ചെയ്യും. എന്തായിരുന്നു ശരിക്കും അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ഈ പറഞ്ഞ പോലെ ഓൺബോർഡിംഗ്, അതായത് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ നമുക്ക് ഒരു BDM ഉണ്ടാവും. അപ്പോൾ BDMs ലീഡ്സ് പാസ് ചെയ്യുക, അവരെ കൊണ്ട് ആ പ്രോപ്പർട്ടി ഓൺബോർഡ് ചെയ്യിപ്പിക്കുക, അത് ലീഡ് പ്രോസസ്സ് ചെയ്യാൻ ഏർലി സ്റ്റേജ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അത് മാറിയിട്ട് ഈ സെൻട്രലി എനിക്ക് കിട്ടി, എൻ്റെ പാൻ ഇന്ത്യ ഹാൻഡിൽ ചെയ്യാൻ കിട്ടി. അതേ സമയത്ത് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക, പുതിയ പ്രോപ്പർട്ടി എങ്ങനെ ഓൺബോർഡ് ചെയ്യിപ്പിക്കാൻ പറ്റും, ആ പ്രൈസിങ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യിപ്പിച്ച് ബെറ്റർ ആക്കാൻ പറ്റും, ബീഡിൻ്റെ ഡയറക്ഷൻ ഓക്കെ ആണോ നോക്കാൻ. ആ സമയത്ത് ഭാഗ്യത്തെ മലേഷ്യ വർക്ക്
ചെയ്തുകൊണ്ട് മലേഷ്യയുടെ ഒരു റോളും കൂടി എനിക്ക് കിട്ടി. മലേഷ്യ ബാക്ക്ഗ്രൗണ്ട് അതെ അതെ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? കട്ട് ചെയ്ത അതായത് സപ്ലൈ എക്സലൻസ് ഓഫീസർ ഇന്ത്യ ആൻഡ് മലേഷ്യ. അപ്പോൾ കുറഞ്ഞ അവസാന സമയം നല്ല ഗ്രോത്ത് ആയിരുന്നു. നല്ല ഗ്രോത്ത് ആയിരുന്നു. കാരണം ഞാൻ അത്രത്തോളം വർക്കാണ്. എനിക്കൊരു കുഴപ്പം, രാവിലെ 7 മണിക്ക് പോകും. കാരണം അന്ന് ഭയങ്കര ചൂടുകാലമായി, പിന്നെ വിന്റർ മാറി ചൂടുകാലമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചൂട് കുറച്ച് ഈസി ആക്കാൻ വേണ്ടി രാവിലെ എണീറ്റ് പോകും. ഇപ്പോൾ ഈവനിങ് തിരിച്ച് എല്ലാവരും പോയതിന് ശേഷമായിരിക്കും വരുന്നുണ്ടാവും. പക്ഷേ പിന്നീട് അത് എനിക്കൊരു ഹോബിയായി. അത് പിന്നെ എനിക്ക് ഒരു ടയർഡ് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ചൂട് പോയതിനു ശേഷം ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്തു. കാരണം എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഫയർ വന്നു. അപ്പോൾ അയാൾക്കും മനസ്സിലായി, അതായത് ഒരു വിത്തിൻ 6 മന്ത് ടോപ്പ് ടീം പ്ലെയർ ആയി. അത് ഓരോ കാര്യം അച്ചീവ്മെന്റ് കൂടി വന്ന്. അവിടെ എങ്ങനെ ടാർഗറ്റ്സ് ഉണ്ടാവും? ഒരു ടാർഗറ്റ് ഉണ്ടാവില്ല, സ്വന്തം ടാർഗറ്റ് ഉണ്ടാകുക. അപ്പോൾ ഞാനാണ് ഈ സൗത്ത് ഇന്ത്യയിൽ ഇവിടെ കേരളത്തിൻ്റെ ടാർഗറ്റ് ഒക്കെ 500 SR സെല്ലബ് റൂം പെർ നൈറ്റ് നമ്മൾ ഓൺ ബോർഡ് ചെയ്യണം ഈ മന്തിൽ, അല്ലെങ്കിൽ ഈ മന്ത് അതുകൊണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. അതിനുവേണ്ടി സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നു, ഓരോ ക്യാമ്പൻ സെറ്റപ്പ് ചെയ്യുന്നു, അത് നമ്പർ അടിച്ചെടുക്കുന്നു. അത് ആ സമയത്ത് പുനീത് യാദവ് എന്ന് പറയും ഇപ്പോഴത്തെ കൺട്രി ഹെഡാണ്. അപ്പോൾ അയാൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇംപ്രഷൻ. കാരണം ഇതുവരെ സൗത്ത് ഇന്ത്യയിൽ ഒന്നും ഒരു ഇമ്പാക്ട് ഉണ്ടാകാൻ പറ്റാത്ത പെട്ടെന്ന് ഞാൻ വന്ന് അങ്ങ് കലക്കി. അപ്പോൾ അത് കുറെ നമ്മൾ എഫേർട്ട് കൊണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് എനിക്ക് ലേണിങ്സ് കിട്ടി, സ്റ്റാർട്ടപ്പ് എന്താണെന്ന്. മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർ കോർ ടീമിലെല്ലാം ലൈക്ക് അവർ കുറച്ചുകൂടി ഭയങ്കര ഹമ്പിൾ ആയിട്ടുള്ള പേഴ്സണാണ്. അതെ, ഭയങ്കര ഹമ്പിൾ, ടോപ്പ് ഹമ്പിൾ. അവർ ഒരു പറയുന്നതാണെങ്കിൽ എല്ലാവരും ഡയറക്ഷൻ എന്ന് പറയുന്നത് പോലെ ബാക്കിയുള്ള ആളുകൾ നമ്മുടെ അടുത്ത് പറയുക എങ്ങനെയായിരിക്കും, നമുക്ക് ഈ റീജിയനിൽ ഇത്ര പ്രോപ്പർട്ടി ഓൺ ബോർഡ് ചെയ്യണം, അപ്പോൾ അത്ര മാത്രമേ പറയൂ, എങ്ങനെയാണുള്ളതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷേ അയാൾ കുറച്ച് അങ്ങനത്തെ ഗൈഡൻസ് അല്ലെങ്കിലും ഓവറോൾ നമ്മളെ കുറിച്ച് പറയും. ലൈക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചെല്ലാം സംസാരിക്കുക, പേഴ്സണാലിറ്റിയെ കുറിച്ച് സംസാരിക്കുക, നമ്മൾ കുറച്ചുകൂടി കാം ആവുക, ഇങ്ങനെ ആ ലൈഫ് എക്സ്പീരിയൻസ് പറഞ്ഞു തരിക. സ്റ്റൈൽ അങ്ങനെയാണെന്ന് വളരെ അഗ്രസീവ് അല്ല, വളരെ സോഫ്റ്റ് സ്പോക്കാണ്. അപ്പോൾ ആ വേർഡും കിട്ടാതെ കണ്ടാണ്. പക്ഷെ വളരെ പതിയെ സംസാരിക്കുന്ന ഒരാളായിട്ടുള്ള മനുഷ്യൻ. അതായത് ഷാർക്ക് ടാങ്കിലൊക്കെ കാണുന്ന പോലെ തന്നെ. അതെ, അതിനേക്കാളും ചെറുപ്പം കുറവായിരിക്കും, അത്രയും മനുഷ്യൻ. അപ്പോൾ അയാൾക്ക് അതുപോലെ ആദ്യാഘോഷ്, ഇപ്പോൾ ആകാശ അയ്യറിന്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള ആളുകൾ, അങ്ങനെ കുറെ ആളുകൾ മീറ്റ് ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. അപ്പം ഈ ഒരു ജേണി നിന്ന് എനിക്ക് മനസ്സിലായി ശരിക്കും സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞതിന്റെ ഒരു മറ്റ് സൈഡാണ്. കാരണം ഗ്ലാമർ സൈഡ് എല്ലാവർക്കും അറിയാം, പക്ഷേ ഇതിന്റെ ബിഹൈൻഡ് സൈഡ് ഉണ്ട്. ഇതിൽ നമ്മൾ എഫേർട്ട്, അതുപോലെ ലോജിക്ക്, നമ്മൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കും കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള തോട്ട് വന്നു തുടങ്ങി. അത് ഞാനൊരു പ്രിപ്പയർഡ് ആയിട്ടല്ലായിരുന്നു, പക്ഷേ ഗ്രാജുവലി എനിക്ക് തോന്നിയ ഒറ്റ കാരണം ഉണ്ടായിരുന്നു. അവിടെ ഒരു IIT KGP എന്ന് IIT കഴിഞ്ഞ ഒരാൾ എൻ്റെ സെയിം ടീമുള്ള ഒരാളായിരുന്നു, സെയിം ടീമല്ല ഓപ്പറേഷൻ ടീമുള്ള ഒരാളായിരുന്നു. അയാൾ ആ ജോലി റിസൈൻ ചെയ്തിട്ട് ബീഹാറിലോട്ട് തിരിച്ചു പോയി ബിസ്ക്കറ്റ് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ചോദിച്ചു, ഇത്രയും പാക്കേജ് ഉള്ള ഒരാൾ ബിസ്ക്കറ്റ് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെന്നുള്ളത്. അങ്ങനെ ആളുകൾ സംസാരിക്കുന്ന സമയത്ത് എല്ലാ ആളുകളും പല ഡിഫറെൻറ്റ് തോട്ടിലാണ് പറയുന്നുള്ളത്. എല്ലാവരും ഇപ്പം നോക്കിയാൽ കാണാം, ഓരോന്ന് ഓൾമോസ്റ്റ് ഒരു 10-50ഓളം സ്റ്റാർട്ടപ്പുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും ആ വർക്ക് ചെയ്ത ആളുകൾ. അപ്പോൾ എല്ലാ ആളുകൾക്കും ഇങ്ങനെ തോട്ട് വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ എനിക്കും തോന്നി, നോക്കി എന്താണ് എനിക്കെന്ത് ചെയ്താൽ എന്താണ്. അപ്പോൾ എനിക്ക് മുന്നിൽ പേടി, എൻ്റെ കയ്യിൽ പൈസ ഒന്നും നടക്കുന്ന കേസല്ല, എനിക്ക് എങ്ങനെ ചെയ്യാനാണ്, സപ്പോർട്ട് ആരില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പൈസ കൊടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റുന്ന കുറിച്ച് പഠിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ കുറേ കാര്യം ചിന്തിക്കില്ല നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ചിന്ത വരുന്ന സമയം ബാത്റൂമിൽ കുളിക്കുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ കുളിക്കുന്ന സമയത്ത് കുറേ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ മറന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പെണ്ണെടുത്ത് കൊണ്ടുവച്ച് ബാത്റൂമിൽ അങ്ങനെ ഈ വാളിൽ എഴുതിയേക്കാൻ തുടങ്ങി. അവസാന സമയത്ത് വാള് മൊത്തം എഴുത്തായിരുന്നു. അങ്ങനെ എഴുതാൻ തുടങ്ങി, ഓരോ കാര്യം ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് തന്നൊരു ഐഡിയ ആയിരുന്നു, എന്തുകൊണ്ട് നമുക്ക് ചകിരി, ഈ ഒരു എൻ്റെ ഉമ്മ എന്നെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചകിരിയെ കൊണ്ട് മണ്ണ് കളിച്ച് കയറുന്ന സമയത്ത്. അപ്പോൾ ഞാൻ അതിനെ കുറിച്ച് നോക്കിയ സമയത്ത് വിചാരിച്ചു, ഓക്കെ ഇതാണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സാധനമാണ്, പൈസ കൊടുക്കാൻ ഇമീഡിയറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ആണ്, പൈസ കൊടുക്കേണ്ട, ഇതാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആക്ച്വലി ഇതാണ് ഇപ്പോഴത്തെ എന്റർപ്രണേഴ്സ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. കാരണം ഇവരെല്ലാം തന്നെ ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു വലിയ ഫാൻസി ആയിട്ടുള്ള ചെയ്യാൻ കാര്യങ്ങൾ, ഒരു 10 lakhs എവിടെയെങ്കിലും റോൾ ചെയ്തെടുക്കും, അതിന് 9 ലക്ഷത്തിന് റൂമും ഫെസിലിറ്റിയും ചെയ്യും. പിന്നെ പ്രൊഡക്റ്റ് നോക്കുമ്പോഴേക്കും പൈസ ഉണ്ടല്ലോ, വേറൊന്നുണ്ടാവില്ല. അപ്പോൾ നേരെ ഉൾട്ട ഞാൻ ചെയ്തിട്ടുള്ളത്, ഒന്നും ചെയ്യാതെ എങ്ങനെ എന്തുണ്ടാക്കുക എന്നുള്ളത്. ആ പൈസ ഉണ്ടാക്കാന്നതിന് ഉപരി ഞാൻ വിചാരിച്ചുള്ളത് പഠിക്കാന്ന്. എന്റർപ്രണർഷിപ്പ് ഒരിക്കലും നമുക്ക് ലേണിംഗ് അതൊരു വായിച്ചിട്ടോ ഒരാൾ പറഞ്ഞിട്ടോ പഠിക്കാൻ പറ്റുന്നതല്ല. അത് പ്രാക്ടിക്കൽ എക്സ്പ്ലോഷർ തന്നെ വേണം. അത് ഞാൻ അവിടുന്ന് പഠിച്ച കാര്യമാണ്. പ്രാക്ടിക്കൽ ചെയ്താൽ മാത്രമേ കാര്യം മനസ്സിലാവുന്നുള്ളത്. അല്ല, ഞാൻ അവിടുന്ന് അവസാന ഘട്ടമായപ്പോഴാണ്. അപ്പോൾ ഈ കൊറോണ കുറച്ച് മുമ്പുള്ള സമയത്താണ്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞാൽ മുമ്പ് ഈ ബിസ്ക്കറ്റ് തുടങ്ങിയ ആളുടെ ഒരു ഇതുണ്ട്, അതെ, ആ സ്പാർക്ക് ആണെന്നുള്ളത് ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ തോട്ടിന്റെ കയ്യിൽ വന്നു. അപ്പോഴേക്കും എനിക്ക് ഒരു ഐഡിയ കിട്ടി, ഓക്കെ ചകിരി കൊള്ളാം. ചകിരി ഒന്നും എൻ്റെ ആദ്യത്തെ ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ, അതിന് മുമ്പ് കുറേ ഐഡിയകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ചകിരിയിലോട്ടാണ് അവസാനം എത്തിപ്പെടുന്നത്. അപ്പോൾ ഞാൻ അതിനെ കുറിച്ച് കുറേ നോക്കാൻ തുടങ്ങി. അപ്പോൾ നോക്കിയ സമയത്ത് എനിക്ക് സെല്ല് ചെയ്യാൻ എങ്ങനെ ചെയ്യുന്നു നോക്കി. അപ്പോൾ എനിക്ക് ആദ്യം ഓടി വന്ന ഓപ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതായിരുന്നു, ഓൺലൈനായി വിൽക്കുക എന്നുള്ളത്. ആമസോൺ അപ്പോൾ തോട്ടിലില്ലായിരുന്നു. അപ്പോൾ ഓൺലൈൻ വിൽക്കുന്ന സമയത്ത് എനിക്കറിയില്ല, എങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കുക കാര്യങ്ങൾ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ
കുറിച്ച് നോക്കി അടുത്ത സ്റ്റെപ്പിൽ ആമസോൺ സാധനം ഉണ്ട്. അപ്പോൾ ഞാൻ ആമസോൺ തപ്പാൻ തുടങ്ങി. പഴയ ഒരു ഇ-കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. അപ്പം ഇത് ഐഡിയ കിട്ടി ആമസോൺ ആണ്. പക്ഷെ ആമസോണിനെ കുറിച്ച് മലയാളത്തിൽ അന്ന് ഒരൊറ്റ ആൾ വീഡിയോ ചെയ്യുന്നില്ല, ഒരാളും തന്നെ ഇല്ല. അപ്പോൾ എനിക്കിത് പഠിക്കാനില്ല. നമുക്ക് ആകെയുള്ള നമ്മൾ രക്ഷകനായിട്ട് നോർത്ത് ഇന്ത്യൻ ആളുകളുണ്ട്, അവിടെ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പഠിക്കാൻ തുടങ്ങി. അതായത് രാവിലെ 7 മണിക്ക് ഓഫീസിൽ പോകുന്നു, രാത്രി 8 മണിയാകുമ്പോൾ തിരിച്ചു വരുന്നു, 1 മണിക്കൂർ ഗ്യാപ്പ് എടുക്കുന്നു, ഒരു 10 മണി രാവിലെ 5 മണി വരെ 6 മണി വരെ ഞാൻ ഇത് പഠിക്കാം. എന്നിട്ട് 1 മണിക്കൂർ ഫുള്ള് പഠിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ എക്സൽ ഉണ്ട്. ഞാൻ ഒരുപാട് ആളുകൾക്ക് ഒരു ലിങ്കിൻ കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് ഇപ്പോഴും ഷെയർ കൊടുക്കുന്നുണ്ട്, കാരണം ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അതായത് എൻ്റെ ലൈഫിൽ ഏകദേശം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ മാത്രം ഉറക്കം വരുന്ന സമയം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് ഭയങ്കര ഫിസിക്കൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ഉറക്കത്തിന്റെ പ്രശ്നം കാര്യങ്ങൾ. പക്ഷേ അന്ന് എനിക്ക് ഉറക്കം വരുന്നില്ല. ഉറങ്ങിക്കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ കണ്ണു പൂട്ടിയിരിക്കും, പക്ഷെ ഉറക്കം വരത്തില്ല. അപ്പോൾ ഞാൻ വീണ്ടും എണീക്കുന്നു, പരിപാടി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ സാധനം ചെയ്ത് ഐഡിയ ചകിരിയാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ പ്രൊഡക്റ്റ് കിട്ടിയിരിക്കുന്നു, ഞാൻ ചകിരിക്കാരനാണെന്ന് മനസ്സിലായി. ചകിരി എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കിയാൽ ഞാൻ ആമസോൺ തപ്പി തുടങ്ങി. ചകിരി ഇല്ല, ആ സമയത്ത് ചകിരി ഇല്ല. അന്ന് വേറെ രാമച്ചം പറഞ്ഞ സാധനം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ചകിരി ഞാൻ ചെയ്യുന്നില്ല, ഈ ചകിരിനെ തന്നെ ഞാൻ ചെയ്ത് മനസ്സിലാക്കി ഇത് പറ്റിയ സാധനമാണ്. അപ്പോഴേക്കും ഞാൻ വീട്ടിലോട്ടൊക്കെ അതെ അത് ബ്രാൻഡ് ആക്കി കേരള കേരള ഹാൻഡ് ബാത്ത് അങ്ങനെ പറഞ്ഞൊരു ഇതിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. ശരിക്കും അത് ബ്രാൻഡല്ല ചെയ്യുന്നുള്ളത്. ഓസ്കാസ് എന്ന പേരിലാണ് ഈ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത്, കമ്പനി അല്ല കേട്ടോ, ഈ ഒരു GST എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പേരിലാണ് ഈ ലിസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അന്ന് കോമ്പറ്റീറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ചകിരിനെ മൾട്ടിപ്പിൾ കോംബോയിലും മൾട്ടിപ്പിൾ പേരിലും ഞാൻ തന്നെയാണ് ആമസോൺ വിറ്റുന്നത്. ഏകദേശം നമ്മളെ കോമ്പറ്റീറ്റർ ഒരു 12 തരത്തിൽ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് തരംതിരിച്ച് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ല, ഹെഡിങ് ഉണ്ടാവുമല്ലോ, ഹെഡറുള്ള കാര്യങ്ങൾ, അതിലാണ് ആളുകൾ പ്രൊഡക്റ്റിനെ എന്താണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതെനിക്ക് പണ്ടത്തെ അവിടുന്ന് ദുബായിലത്തെ ഐഡിയ കിട്ടി, മനസ്സിലായി. അവിടെയാണ് ഹെഡിങ് ആണ് എന്നുള്ളത് ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ട് മനസ്സിലാകുന്നത്. ബ്രാൻഡ് എന്നുള്ള ആരും നോക്കൂല, ബ്രാൻഡ് ഏറ്റവും താഴാണ് വരുന്നുള്ളത്, അത് ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതൊക്കെ ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഏകദേശം 12-13 തരത്തിൽ പ്രൊഡക്റ്റിനെ സെല് ചെയ്യാൻ തുടങ്ങി. ആര് ഇപ്പോൾ ഈ സൈഡ് പൈസ കുറവായിരിക്കും, പൈസ കൂടുതലായിരിക്കും, എങ്ങനെ വന്നാൽ എൻ്റെ അടുത്തേക്ക് തന്നെ ഓർഡർ വരും. അപ്പോൾ അന്ന് ബൈ ബോക്സ് എന്നൊരു സംഭവം ഉണ്ട് ആമസോണിൽ, സാറിന് അറിയാണ്ടോ. അപ്പോൾ ബൈ ബോക്സ് കിട്ടിയാൽ മാത്രമേ ആളുകൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാർട്ടിലോട്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കാർട്ടിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ബൈ ബോക്സ് കിട്ടത്തില്ല. അതിന് കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്യണം. പ്രൈസ് കുറവായിരിക്കണം, അതല്ല എങ്കിൽ വേറെ എന്തോ കുറച്ച് പ്രൊഡക്റ്റ് ക്വാളിറ്റി, ഫോട്ടോ ക്വാളിറ്റി കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രൊഡക്റ്റ് ഈ രാമച്ചം പോലുള്ള പ്രൊഡക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ലൂഫ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ആദ്യം വരുന്നുള്ളത്, ഈ പ്രൊഡക്റ്റ് വരുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആസ് എ ഒരു നോർമൽ കൺസ്യൂമർ എന്ന രീതിയിൽ അവൻ ആദ്യം ഫിൽറ്റർ ചെയ്യുന്നുണ്ട് ലോ ടു ഹൈ പ്രൈസ് നോക്കുകയും ചെയ്യുന്നത്, ഏറ്റവും പൈസ കുറവുള്ള സാധനം ആദ്യത്തെ വരാൻ വേണ്ടിയിട്ട്. അതായത് എൻ്റെ പ്രൊഡക്റ്റ് പ്രൈസ് ഏറ്റവും കുറച്ചിട്ട്, അപ്പോൾ സമയം മറ്റുള്ളവരെക്കാളും കുറച്ചിട്ട്, അപ്പോൾ എന്ത് ചെയ്തേ പ്രൊഡക്റ്റ് എപ്പോഴും ലോ ടു ഹൈ ആയിരിക്കും, ഫിൽറ്റർ ഫസ്റ്റ് പേജിൽ വരും. അപ്പോൾ ആളുകൾ ബൈ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് വിസിബിലിറ്റി കിട്ടിയ സമയത്ത് പിന്നീട് ആ പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് പേജിൽ വന്ന് തുടങ്ങി, ക്ലിക്സ് വന്ന് ഒന്നും ചെയ്യാതെ. അപ്പോഴേക്കും എന്ത് ചെയ്യും ബൈ ബോക്സ് കിട്ടി. ഞാൻ ആ കോമ്പിനേഷൻ വർക്കൗട്ട് ആക്കി നോക്കി. അതായത് ആളുകൾ എന്താണ് ചിന്തിക്കുന്നത് അഗെയിൻ ഞാൻ വർക്കൗട്ട് ചെയ്തു. നേരെ മറിച്ച് നമ്മൾ പൈസ കൂട്ടിയിട്ടിരുന്നെങ്കിൽ അവിടെ തന്നെ നിന്നേനെ. അപ്പോൾ അത് ആ ഒരു കസ്റ്റമർ പ്രോസ്പെക്റ്റീവ് ചിന്തിക്കാൻ പറ്റിയത് കൊണ്ട് എനിക്ക് മനസ്സിലാക്കി. ഞാൻ എത്ര നാളെടുത്തു ആ ബൈ ബോക്സ് വരാനായിട്ട്? അല്ല, ഫസ്റ്റ് ഒരിക്കൽ 1 വീക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ 3 മണിക്കൂറും ടപ്പടപ്പടെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് ഏകദേശം ഈ ഒരു പ്രൊഡക്റ്റിൽ ഏകദേശം ഒരു 30-40 SKU ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഡിഫറെന്റ് പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ആമസോണിലോട്ട്. പക്ഷേ ഇതെൻ്റെ മാസ്റ്റർ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഇതിലൂടെ സെല് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് ഒരു പർട്ടിക്കുലർ പുതിയൊരു കാറ്റഗറി അല്ലേ ശരിക്കും? കാരണം ലൂഫ ഉണ്ട്, പിന്നെ ഈ രാമച്ചം ഉണ്ട്. അപ്പോൾ അത് നോക്കുന്ന ആൾക്കാർ നമ്മുടെ കണ്ടിട്ട് പിന്നെ അങ്ങനെ കണ്ടുപിടിച്ച് വരണമാണ്. അതെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആമസോണിൽ ബൈ ചെയ്യുന്ന ആളുകൾക്ക് വീണ്ടും നമ്പർ എടുക്കുന്നു, മെസ്സേജ് അയക്കുന്നു, പിന്നെ സ്റ്റിക്കർ അയക്കുന്നു, സ്കാൻ ചെയ്യുമെന്ന് ഇങ്ങനെ റിവ്യൂ ഇടുമെന്ന് പറഞ്ഞ് പിന്നെ അവർ വിളിക്കുന്നു, പിന്നെ മുട്ടായി വെച്ച് കൊടുക്കും, ചോക്ലേറ്റ് വെച്ച്, അല്ല എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യായിരുന്നു. കസ്റ്റമർ ഡിലൈറ്റ് അതൊക്കെ എനിക്കറിയാം, ആളുകൾ ചെയ്യിപ്പിക്കണം എന്നല്ലേ. അപ്പോൾ ഇപ്പോൾ പോലും ചെയ്യുന്ന ആൾക്കാർക്ക് പലർക്കും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു. ആമസോൺ ശരിക്കും കസ്റ്റമർ നമ്പർ എടുത്ത് വിളിക്കരുത് എന്നാണ്, പക്ഷേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചോളം ഇത് പോയാൽ പോയിക്കോട്ടെ, കുഴപ്പമില്ല, എന്നാലും ഞാൻ ചെയ്യും. എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാം, ആളുകൾ എന്താ പറയുന്നത്. എത്രയായിരുന്നു പ്രൊഡക്റ്റിന്റെ പ്രൈസ്? 125 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 699 വരെ കൊടുത്തിട്ടുണ്ട്. കോമ്പാക്കി കൊടുക്കും, 4-5 കോമ്പാക്കി കൊടുക്കും. അത് തന്നെ ഈ സെയിം പ്രൊഡക്റ്റിന് തന്നെ ഡിഫറെന്റ് പേരിൽ കൊടുക്കും. അതായത് ഈ ഏറ്റവും കൂടുതൽ കൺസ്യൂമേഴ്സ് വന്നിട്ട് ആന്ധ്രയിൽ നിന്നും, അവിടെ വെട്രിവർ എന്നാ പറയുന്നുള്ളത്. അപ്പോൾ ഈ തമിഴില് വേറെ പേരാ വരുന്നത്, ഈ മലയാളത്തിൽ രാമച്ചൻ എന്നാ പറയുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പേരുകൾ സെയിം പ്രൊഡക്റ്റ്. അപ്പോൾ അതൊക്കെ ഞാൻ എന്ത് ചെയ്തു, അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച് സെപ്പറേറ്റ് പ്രൊഡക്റ്റ് ആക്കി വിറ്റ്. കാരണം അപ്പോഴാണ് കീവേഡ് സംബന്ധത്തെ കുറിച്ച് ഞാൻ പഠിക്കുന്നുള്ളത്. എന്താണ് കീവേഡ്, ആളുകൾ റിസർച്ച് ചെയ്യുന്ന കാര്യം, എവിടെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. ഓരോ കൺസ്യൂമർ എന്ത് പേര്, കാരണം ഒരാളും പോയിട്ട് എന്ത് ചെയ്യൂല, ഈ ചകിരിന്ന് അടിക്കാൻ
അടിക്കാൻ പോകുന്നില്ല. അതല്ലെങ്കിൽ തമിഴന്മാർ ഒരിക്കലും പോയിട്ട് ലൂഫാന്ന് അടിക്കുമ്പോൾ സാധനം വരത്തില്ല. പക്ഷേ ഇൻ കേസ് അവർ അടിച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ട കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ വേണ്ടി ഇത് അടിക്കാൻ തുടങ്ങി. ഫോട്ടോ അതായത് ക്യാൻവലിട്ട് ഫോട്ടോ എടുക്കുന്നു, ബാക്കി കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നു, മാർക്കറ്റിംഗ് ഞാൻ ചെയ്യുന്നു, പ്രൊഡക്റ്റ് പേക്ക് ചെയ്യുന്നു, സകല കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യാറുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഇന്ന് ഒരു ഇതേപോലത്തെ ഒരു ഐഡിയ ഉള്ള ഒരാൾ ആമസോണിൽ എന്തെങ്കിലും ഒരു ചകിരി പോലത്തെ വേറെ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുക, അവർ ആമസോണിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്താണെന്ന് പെട്ടെന്ന് പറയാമോ? പെട്ടെന്ന് ഫസ്റ്റ് എടുക്കുന്നത് പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ GST എടുക്കണം. GST ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളത്. അതിനുവേണ്ടി റൂമൊന്നും എടുക്കരുത്, ആദ്യം തന്നെ വീട്ടു പേരിൽ എടുത്താൽ മതി. ഞാൻ സ്വന്തം വീടിൻ്റെ പേരിലാണ് GST എടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. ആ GST എടുക്കുക. ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പറ്റും. നമ്മൾ ഇമേജസ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ കാറ്റഗറി ഐഡന്റിഫൈ ചെയ്തിട്ട് പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ആണ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇതിൽ ഡോക്യുമെന്റഡ് ആയിട്ട് എല്ലാ ആളും സ്റ്റെക്ക് ആവുന്നുള്ളത് GST എടുക്കുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് കാര്യം ആയതുകൊണ്ട്. അതല്ലാതെ ബാക്കി ഒരു പ്രശ്നം ഇതിൽ വരുന്നൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയാൻ ഈ 2 കാര്യങ്ങളുള്ളൂ. ഫസ്റ്റ് GST എടുക്കുക, അതാണ് ഇമ്മീഡിയറ്റ് കാര്യം. 2 പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ടോ നോക്കുക. ഓൾറെഡി സാറ് പ്രൊഡക്റ്റ് അറിയുന്ന ഒരാളെയും കൊണ്ട് ആ പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അതിന് ആവശ്യമുള്ള ഫോട്ടോസ് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, ഒരു പേക്ക് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുക, പ്രൈസിങ് കണ്ട് നോക്കുക, ഇതിലോട്ട് ചെയ്ത് കൊടുക്കുക. ശരിക്കും ആമസോണിൽ സാധനം സെല് ചെയ്യുന്നത് ഒരു വലിയ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് ഒന്നുമല്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് ആ ഒരു 30% ആമസോൺ തന്നെ കൊടുക്കണം. ശരിക്കും ആമസോണിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സെല് ചെയ്യുന്ന പോലെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. ഇപ്പൊ എത്ര പെർസെന്റേജ്? ഇപ്പൊ എനിക്ക് കറക്റ്റ് അറിയത്തില്ല, കാരണം കുറെ കാലം അന്ന് 25 to 30% ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ ഞാനൊരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഹിറ്റ് ആണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ, വിച്ച് ഒബ്വിയസ്ലി ദേ വിൽ, അവർക്ക് ഡാറ്റ ഉള്ളതുകൊണ്ട്. പിന്നെ അവർ ദേ മൈറ്റ് ഇൻട്രൊഡ്യൂസ് ദെയർ ഓൺ പ്രൊഡക്റ്റ് ടു കമ്പീറ്റ് വിത്ത് us, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ? ചില കാറ്റഗറിയിൽ അവർ തന്നെ ഒരു പേര് എനിക്ക് അറിയത്തില്ല, അധിക കാറ്റഗറിയിലും അവരൊരു ബ്രാൻഡ് പിന്നെ അവരൊരു റെക്കമെൻഡഡ് ബൈ ആമസോൺ, നമുക്ക് ഒരു കോമ്പറ്റീഷൻ നമ്മുടെ ഡാറ്റ ഉപയോഗിച്ച് തന്നെ അവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ചകിരിക്ക് പക്ഷേ ആ പ്രശ്നമില്ല. ഇല്ല, അവർ ചിലപ്പോൾ പാവല്ല വിട്ടു പോയിക്കോട്ടെ വിചാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാര്യം അവർക്ക് ഇത്ര ലിമിറ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിലേക്ക് അവർ വിട്ടിട്ടുണ്ട്. എത്ര പൈസ ആക്കിയായിരുന്നു ആ സമയത്ത്, അല്ലെങ്കിൽ എത്ര ഓർഡേഴ്സ് ഒരു ദിവസമൊക്കെ വരുമായിരുന്നു? ഒരു ദിവസം എനിക്ക് ഏർലി സ്റ്റേജിൽ എനിക്ക് ഫസ്റ്റ് 2 ഓർഡർ വന്നു. അത് ഷമീർ എന്ന് പറഞ്ഞ ഒരു ഓർഡറിലായിരുന്നു. എൻ്റെ എൻ്റെ ഇത്തൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഷമീർ. ഞാൻ ചാളിയും വെറുതെ എന്നെ സമാധാനിക്ക് ഓർഡർ ചെയ്തിരിക്കുക. നിങ്ങൾ എൻ്റെ ഓർഡർ ചെയ്തു? ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ അഡ്രസ് നോക്കി വേണ്ടി വേറെ നാട്ടിൽ നിന്നാണ്. അപ്പോൾ സമാധാനം. പിന്നീട് നമുക്ക് ദിവസം ഒരു 10, 60, 70 ഓർഡർ ചെയ്യുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. ഒരു ഫിം എന്ന സൗണ്ടാണ് വരിക ഈ ആമസോണിന്റെ ഓർഡർ ചെയ്യുന്ന സമയത്ത്. അത് ഏറ്റവും ഡോപ്പമിൻ എന്ന സംഭവം. ഈ സൗണ്ട് വന്നുകൊണ്ടേ ഇരിക്കും. അപ്പം ഭയങ്കര സംഭവം, ഒരു ഫീൽഡ് സംഭവമായിരിക്കും. വീക്കിലി എനിക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ടാവുക. അവസാന സമയപ്പോൾ എനിക്ക് ഏകദേശം ഒരു 4 ലക്ഷം 5 ലക്ഷം ആമസോൺ എനിക്ക് ലോൺ അപ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതായത് അത്രത്തോളം സെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർ 5 ലക്ഷം ലോൺ തരാം, നിങ്ങൾ ബാക്കി കാര്യം ചെയ്തെന്നുള്ള രീതിയിൽ. അവിടെ നമുക്ക് ഡാഷ്ബോർഡ് കാണാൻ പറ്റും എത്ര ലാക്സ് ആണ് അവർ നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അതൊക്കെ വീണ്ടും വെട്ടി കുറച്ചിട്ടുണ്ടാവും. അന്ന് അത്രത്തോളം ആമസോനെ പുഷ് ചെയ്തിട്ടുണ്ട്, ചെയ്തോ രക്ഷപ്പെട്ടോ എന്നുള്ള രീതിയിൽ. പിന്നീട് ഇപ്പൊ ചെയ്യുന്ന ആൾക്കാർ എന്ത് ഒരു 3 മിസ്റ്റേക്സ് അവര് ആമസോണിൽ സെല് ചെയ്യുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുന്നത്? മോസ്റ്റ്ലി പ്രൈസിങ് ആയിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രൈസിങ് പക്ഷേ അവരെ പറഞ്ഞിട്ട് കാര്യമല്ല, ആ ഒരു പ്രൈസിങ് ആയിട്ടുള്ള ഒരു ഈ കാര്യം കൊണ്ടായിരിക്കും. പിന്നെ ടു ബി ഓണസ്റ്റ്, ആമസോണും സാധനം ഓൺലൈൻ ഒരു മെറ്റീരിയൽ പേഴ്സൺ അല്ലാത്തതുകൊണ്ട് തന്നെ പർച്ചേസിങ് വളരെ കുറവാണ്. എന്നാൽ കൂടി എനിക്ക് തോന്നുന്നു ചില സമയത്ത് പ്രൊഡക്റ്റിന്റെ ആ ഇമേജ് ഒക്കെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ആളുകൾ പ്രസന്റേഷൻ ഫസ്റ്റത്തെ ഒരു ഇമേജ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് അത് മാൻഡറ്ററി ആണ്. പക്ഷേ പിന്നീട് കൂടുതൽ ഇമേജ് കുറച്ച് റിയലിസ്റ്റിക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതിന് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിവ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് പ്രൊഡക്റ്റ് കൊടുക്കുക, അല്ല സറൗണ്ട്സ് കൊടുത്തതിന് ശേഷം റിവ്യൂ ജനറേറ്റ് ചെയ്യുക ആസ് മച്ച് ആസ് യു പോസിബിൾ. റിവ്യൂ ആണ് ഒരു പ്രൊഡക്റ്റിനെ ബൈ ചെയ്യേണ്ട ഡിസൈഡ് ചെയ്യുന്ന കസ്റ്റമർ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ പല ആളുകളും കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എത്ര നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ റിവ്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ഞാൻ ചെയ്തപോലെ എന്തെങ്കിലും ചെയ്താലൊക്കെ റിവ്യൂ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചകിരി വിറ്റിട്ട് നമുക്ക് ഏകദേശം 15 ലക്ഷം രൂപയോളം ആമസോണിൽ നിന്ന് കിട്ടി. അതൊരു ഫസ്റ്റ് ഓൺട്രപ്രനോറിയൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് സക്സസ്ഫുൾ ആയി, ഡോപ്പമിൻ കിട്ടി, നമ്മൾ കുറെ പാഠങ്ങൾ പഠിച്ചു, എസ്റ്റാബ്ലിഷ് ആയി. പിന്നെ അതിനുശേഷം മറ്റേന്തായിരുന്നു? മണ്ണ്. അത് എങ്ങനെയാണ് സംഭവിച്ചത്? ശരിക്കും ഈ ഇത്രത്തോളം പൈസ ഒക്കെ ഉണ്ടാക്കി ആ സമയത്ത് ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ വീട്ടുപേരിലായിരുന്നു ഞാൻ GST എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയും മണി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ GST ഫയൽ ഞാൻ തന്നെയായിരുന്നു. പക്ഷേ യൂട്യൂബിൽ നോക്കിയിട്ട് കാണാൻ പറ്റുന്നത് എല്ലാ മാസവും നില്ല് ഫയൽ ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ മാസവും നില്ല് ഫയൽ ചെയ്യും. ഒരു ദിവസം ഒരു വൈകുന്നേര സമയത്തിന് വീട്ടിൽ ഒരു വെള്ള ജീപ്പ് വന്നിട്ട് GSTൻ്റെ അപ്പോൾ എന്നോട് വെച്ച് നീ എന്താ വെക്കുന്നത്? ഞാൻ പറഞ്ഞ സാധനം കാണിച്ചു കൊടുത്ത്
ഇതാണെന്ന് പറയും, ഈ സാധനം വിറ്റുന്നല്ല നീ വയസ്സാക്കിയത് വേറെ എന്താണെന്ന് പറയും. അങ്ങനെ കൺവിൻസ് ചെയ്ത് കുറേ കാര്യങ്ങൾ വലിയ കോംപ്ലിക്കേറ്റഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ മണ്ടത്തരം കാര്യം ചെയ്യാതിരിക്കുക. സോൾവ് ചെയ്തത് പിന്നീട് GST കാര്യം ഫയൽ ചെയ്യേണ്ടി വന്നു. ഓക്കെ, പക്ഷേ അത് ചെയ്യേണ്ട കാര്യം ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ അതിലും എന്ത് ചെയ്ത് സേവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കാരണം യൂട്യൂബുകാർക്ക് അത് പറ്റിയതല്ല എല്ലാ മാസം. ശരിക്കും എൻ്റെ ഈ ഒരു ചകിരിൻ്റെ കാര്യം കോവിഡൊക്കെ സമയത്ത് ഭയങ്കര ഹിറ്റായി. കാരണം ഞാൻ കൊറോണ കീവേഡ് അടിക്കും, ലൈക്ക് നാച്ചുറൽ ഇത് ഒരു റിക്കവറിങ് ഓപ്ഷനാണ് ഈ ചകിരി എന്ന് പറഞ്ഞ സാധനങ്ങൾ. അങ്ങനെ കുറേ കാര്യങ്ങൾ. കാരണം ഞാൻ നോർത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ആളുകൾക്ക് അറിയാം ബിഹാരി കൺസെപ്റ്റ് കാര്യങ്ങൾ എന്താണ്, ആളുകളുടെ കൺസെപ്റ്റ് എന്താണ്, ഹെൽത്തിന്റെ കൺസെപ്റ്റ് എന്താണ്, ഫുള്ള് ഐഡിയ എനിക്ക് കിട്ടി. കാരണം അന്നത്തെ കാലത്ത് ആളുകൾ പ്ലേറ്റ് വരെ മുട്ടിയിട്ടുണ്ട് കൊറോണ വൈബിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനത്തെ കുറേ ഡെഫിനറ്റ്ലി സെല്ലോട്ടോ. അപ്പം പിന്നെ എനിക്ക് കുറേ നെറ്റ്വർക്ക് എന്നല്ലോ, ലൈക്ക് IIT BIT ആളുകൾ കണക്ഷൻ വന്നു. അപ്പോൾ ആളുകൾക്ക് റെഫറൻസ് ചെയ്യാൻ തുടങ്ങി. സമയം വർക്കൗട്ട്. ആ സമയത്ത് ശരിക്കും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല, ടു ബി ഹോണസ്റ്റ്. കുറച്ച് സമയത്ത് കൊറോണ കഴിഞ്ഞപ്പോഴേക്കും വലിയ പ്ലേയേഴ്സ് വന്നു, ഇതിനെക്കുറിച്ച് ആയിരുന്ന ആളുകൾ വന്ന് ഇതൊക്കെ ബീറ്റ് ചെയ്ത് പോയി. പിന്നെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത പ്രശ്നം വന്ന സമയത്ത് ഞാൻ വീണ്ടും ചിന്തിച്ചു, പൈസ കൊടുക്കാതെ വീണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്. അതെ, ശരിക്കും പൈസ ഇല്ലായിട്ടല്ല, പക്ഷേ എങ്കിൽ എനിക്കും അറിയാം ഞാൻ പഠിച്ചിട്ടില്ല, ഇനിയും എനിക്ക് ഒരുപാട് വീഴാനുണ്ട്. അങ്ങനെ സമയത്ത് ഞാൻ എന്തുള്ളത് മണ്ണ് പൈസ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതാണെങ്കിൽ അവിടെ വളരെ കോമ്പറ്റീഷൻ കുറവാണ് ശരിക്കും ആമസോണിൽ മണ്ണിന് വേണ്ടിയിട്ട്. സോ ഞാൻ എന്ത് ചെയ്തു, മണ്ണ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. കറുത്ത മണ്ണ്, ചുവന്ന മണ്ണ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബേസിക്കലി പ്ലാന്റിങ്ങിന് വേണ്ടിയിട്ട്. കാരണം എനിക്ക് ആ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം പുറത്തെല്ലാം വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ ആളും നമ്മളൊക്കെ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്നത്, അവിടെ മണ്ണ് കിട്ടത്തില്ല. ഇൻ കേസ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ചെടി നടന്നു പോലും നടക്കത്തില്ല ബാൽക്കണിയിൽ. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതായത് ഒരു അപ്പൂപ്പന് മെട്രോയിലൂടെ മണ്ണ് വലിയ ചാക്ക് മണ്ണ് കൊണ്ടുപോവുകയും അയാളടുത്ത് ചോദിച്ച സമയത്ത് അയാൾ ബീഹാറിൽ നിന്ന് മണ്ണ് കൊണ്ടുവരികയാണ്. ഈ ഒരു മക്കളെ എടുത്ത് താമസിക്കുന്ന അപ്പൂപ്പനാണ്. അയാൾക്ക് ചെടി നടാൻ എനിക്ക് അറിയത്തില്ല, എന്തോ നടാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതൊക്കെ എനിക്ക് കത്തി, മണ്ണിന് ആവശ്യമുണ്ട്, പ്രോബ്ലം ആണെന്നുള്ളത് സോൾവ് ചെയ്യാന്നുള്ളത് വെച്ച്. കാരണം നമ്മളെപ്പോഴും പ്രോബ്ലത്തെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ എനിക്ക് ഐഡിയ കിട്ടി മണ്ണ് വിൽക്കാമല്ലോ. അപ്പോൾ മണ്ണ് പേക്ക് ചെയ്തു, പ്ലാന്റ് ഫുഡ് പേരൊക്കെ ഇട്ട് പ്ലാന്റ് ഫുഡ്. അപ്പോൾ അത് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി, ഈ ഒരു കീവേഡ് എന്നെ പേരായിരിക്കണം. അതായത് ഈ പേര് അടിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് വരണം. അങ്ങനെ നല്ല ഒരു ദിവസം രാത്രി ഇരുന്ന് ഡിസൈൻ ചെയ്ത് പ്ലാന്റ് ഫുഡ് എന്നുള്ള സാധനമൊക്കെ ചെയ്ത് കാനഡന്റെ ഫ്ലാഗിന്റെ ഒരു പ്ലാന്റിന്റെ ഇത് കണ്ടല്ലോ, ഒരു ഇലന്റെ ഫോട്ടോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് സാധനം അടിച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൽ പതിയെ ഓർഡർ പുഷ് വരാൻ തുടങ്ങി. കാരണം ഓസ്കാർസ് എന്നുള്ള സംഭവം ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആമസോൺ പുഷ് ചെയ്ത് തരും മറ്റൊരു പ്രൊഡക്റ്റ്. അപ്പോൾ പതിയെ അതിൽ ഓർഡർ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ പക്ഷേ നമ്മൾ പ്രൈസിംഗ് ആണോ നമ്മുടെ സ്ട്രാറ്റജി? പ്രൈസ് സ്ട്രാറ്റജി അല്ല, പക്ഷേ അപ്പോഴേക്കും എനിക്ക് ബൈ ബോക്സ് കുറച്ച് ഈസി ആയിട്ട് വരികയായിരുന്നു. പക്ഷേങ്കിൽ അതിന് വെയിറ്റ് കൂടുതലാണ്. വെയിറ്റ് കൂടുമ്പോൾ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എന്താ പറയുക ലോജിസ്റ്റിക്, അതായത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ അത് ഭയങ്കര ചലഞ്ചിങ്. അപ്പോൾ ഞാനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മളെ ദേവദൂതനെ പോലെ ഇന്ത്യ പോസ്റ്റ് വന്ന്, ഇന്ത്യ പോസ്റ്റ് വളരെ ചീപ്പാണ്, സാധനം അവിടെ എത്തി ചെയ്യും. ഞാൻ ഇന്ത്യ പോസ്റ്റ് ചൂസ് ചെയ്യും. അതിലൂടെ ഒരു ആവറേജ് ഷിപ്പിംഗ് കോസ്റ്റ് ഇന്ത്യ പോസ്റ്റിൽ കാശ്മീരിലോട്ട് പോകുന്ന സമയത്ത് ഏകദേശം 190 രൂപ ആ സമയത്ത് അത്ര പൈസ വരുന്നുള്ളൂ. ആ സ്പീഡ് പോസ്റ്റിൽ നമ്മൾ എടുക്കണോ അതോ നമ്മൾ എടുക്കണം? രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ COD ആയിരിക്കും നമ്മൾ പേയ്മെന്റ് ചെയ്യാന്നുള്ളത്. കാരണം ഈ പേയ്മെന്റ് ഇൻക്ലൂഡഡ് ഇതായിട്ടായി വരുന്നുണ്ട്, ഷിപ്പിംഗ് കോസ്റ്റ് ആയിട്ട് വരുന്നുണ്ടാകും. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യാൻ, എൻ്റെ അടുത്ത് ബെയർ ചെയ്യണം. അപ്പോൾ ഞാനത് ചെയ്തിട്ട് ഈ ത്രൂ സെല് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ എന്താ ചെയ്ത്, വീണ്ടും പ്രൊഡക്റ്റ് കുറച്ചുകൂടിയും ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഇതിലോട്ട് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചോറും കാര്യങ്ങളൊക്കെ ഓർഗാനിക്. അതാണ് പ്ലാന്റ് ഫുഡ് എന്നുള്ളത്. ഒരു ഓർഗാനിക് ഒരു ബാൽക്കണിയിൽ ഒരു ചെടി വെക്കേണ്ട ഒരാൾക്ക് വേണ്ടുന്ന മണ്ണ്. അതെ, അല്ലെങ്കിൽ ഒരു പ്ലഗ് ആൻഡ് പ്ലേ പ്രൊഡക്റ്റ് ആക്കി മാറ്റി. ഒരാൾക്ക് നേരെ ഈ സാധനം നേരെ ഇതിലോട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിലോട്ട് ചെടി നേരെ കൊണ്ട് അമർത്തിയാൽ മതി, കൊണ്ടുവരാൻ പറ്റുന്നത്. ആ വമ്പൻ ഹിറ്റ് ആയിട്ട് കേട്ടോ. കാരണം എനിക്കൊരു കൊൽക്കത്തയിൽ നിന്നുള്ളൊരു എനിക്കൊരു B2B ഒരു വെണ്ടറെല്ലാം ഉണ്ടായിരുന്നു. കാരണം അയാൾ എൻ്റെ അടുത്ത് നിന്ന് ആമസോണിൽ കൂടെ സാധനം കണ്ട്, ഞാൻ എല്ലാവർക്കും നമ്പറൊക്കെ അയച്ചു കൊടുക്കല്ലോ, അയാളെ വിളിച്ച് കൊള്ളാം, എനിക്ക് 15 ഓർഡറൊക്കെ അയാൾ എടുക്കെടുക്ക് വീക്കിലി ബൾക്കായിട്ട് ഓർഡർ ചെയ്യാം വിചാരിച്ചു. പഠിച്ചാണ് എൻ്റെ സാധനം ഇത്, ഞാൻ പോലും വിശ്വസിക്കുന്നത്. അതിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിൽ ചെടി വെച്ച് നോക്കും, ഇത് ശരിക്കും വളരുന്നത് തന്നെയാണോ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനത്തെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. ആ സമയത്ത് അടുത്ത പ്രൊഡക്റ്റ് വരുന്നുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് അടുത്ത പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഈ ഇതില്ലേ ഹാഷ് പൗഡർ അല്ലേ, നമ്മൾ ചാരം എന്ന അവിടെ കോമ്പറ്റീഷൻ കുറവായിരുന്നു. അപ്പോൾ നോക്കേണ്ടത് ദ ഹാഷ് എന്ന പേര് ഒരു ബ്ലൂ കളറിൽ ഞാൻ പുതിയ പ്രൊഡക്റ്റ് ഇറക്കി, ഹാഷ് എന്നുള്ള രീതിയിൽ. കാരണം ഈ ആരും തൊടാത്ത പ്രൊഡക്റ്റുകൾ, അല്ലെങ്കിൽ വളരെ നമ്മൾ സാധാരണ പറയുമ്പോൾ ഈ സെക്സി പ്രൊഡക്റ്റ് എന്ന് പറയാത്ത പ്രൊഡക്റ്റുകളാണ് ചാരം,
ചകിരി, മണ്ണ്. മണ്ണ്. അതെ, കാരണം അതിലൊക്കെ ശരിക്കും നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങണം. മറ്റേത് എല്ലാ ആൾക്കും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുക. ഒരു കാലത്ത് എൻ്റെ ഇഷ്ടം അതായിരുന്നു. അപ്പോൾ ഞാൻ നിലത്ത് വീണപ്പോൾ എനിക്ക് മനസ്സിലായി നിലത്ത് അതെ, ആദ്യം അവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ കുറച്ചങ്ങോട്ട് ഇറങ്ങണം എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറെ ചൂസ് ചെയ്തു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആഷിഖ് എന്ന് പറഞ്ഞാൽ. അവനെ ശരിക്കും പാക്കിങ് ആ ഒരു കാര്യങ്ങൾ ലോജിസ്റ്റിക് ഓപ്പറേഷൻ കംപ്ലീറ്റ്ലി കാര്യങ്ങൾ എനിക്ക് വർക്കിംഗ് ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ആ വർക്കിംഗ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തുടങ്ങി. ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തു. ഈ ഒരു സംഭവത്തോടു കൂടി എനിക്ക് മനസ്സിലായി, അതായത് 9 to 5 ഞാൻ ഫസലിന് പറഞ്ഞ ആദ്യം കളിയാക്കിയ ആൾ ഞാൻ തിരിച്ചു പറഞ്ഞു, അല്ലടാ നീയാണ് സത്യം, നീയാണ് ശരി, ബിസിനസ്സാണ് ബെസ്റ്റ്, 9 to 5 അല്ല എന്നുള്ളത്. കാരണം ലാസ്റ്റ് ഞാൻ ഒരു വർക്ക് ചെയ്യുന്ന ഒരു ഈവൻ ഞാൻ കമ്പനിയുള്ള സമയത്ത് തന്നെ എനിക്കൊരു വർക്ക് ചെയ്ത ഒരു ഇ-കോമേഴ്സ് ഫേം, സ്വീഡിഷ് ഫേം. എൻ്റെ ലൈക്ക് മോർ ദാൻ 67 LPA ആയിരുന്നു എൻ്റെ പാക്കേജ്. ഇവിടെ ഞാൻ അതിൽ പോലും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലായിരുന്നു. ലൈക്ക് എനിക്ക് മനസ്സിലായി ഒരു ആർക്കിടെക്ട് ഫേമാണ്, ഒരു പ്രഷറില്ല, ഒരു ലൈക്ക് കംപ്ലീറ്റ്ലി ഒരു യൂറോപ്യൻ കൾച്ചറാണ്, ഒരു പ്രശ്നമില്ല, ഒരു ഹൈബ്രിഡ് മോഡലോട്ട് കൊണ്ടുവരും, അവിടെ പോകുന്ന കുറേ ഫെസിലിറ്റീസ് കാര്യങ്ങൾ. പക്ഷേ എനിക്ക് മനസ്സിലായി അതല്ല, സംതിങ് നമ്മൾ സ്വന്തം ചെയ്യുമ്പോൾ കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട്, അതിലെനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം അതിൽ നിന്നാണ് പിന്നീട് പതിയെ എൻ്റർപ്രനിയറിലോട്ട് വരുന്നുള്ളതും. ഒരു മിനിറ്റ്, ഈ ചാരം വിട്ടിട്ട് എത്ര പൈസ കിട്ടി? ചാരം വേണ്ടിയിട്ട് അത്രത്തോളം പൈസ കിട്ടി. കാരണം അപ്പോഴേക്കും എനിക്കിതങ്ങ് മടുത്തിട്ടുണ്ട്. ഇത് മൂന്നിലും ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയത് മണ്ണാണ്. മണ്ണും ഈ ഒരു ചകിരിയാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ്. ഏകദേശം ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 15 ഒരു എനിക്ക് ഏകദേശം ഈ ചകിരി വിറ്റിട്ട് ഏകദേശം ഒരു 10 ലക്ഷത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ദെൻ അതാണ് GST ഓടി വന്നത്. പിന്നെ മണ്ണ് വിറ്റിയ സമയത്ത് എനിക്ക് 15 ലക്ഷത്തിന് മുകളിൽ അതും വന്നിട്ടുണ്ട്. സംവരണം 35 lakhs ആണ് ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് എൻ്റെ അക്കൗണ്ട് ത്രൂ വന്നു പോയ പൈസ. ഒരാളേ ഉള്ളൂ. അതെ, ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പം അത് വലിയ നല്ല അല്ല ശരിക്കും ഇതൊന്നും ആർക്കാരില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഇവിടെ അന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പണ്ടെങ്ങാനും പറഞ്ഞില്ലേ, മലേഷ്യ ഇരുന്ന സമയത്ത് എഴുതി വെച്ചുകൊണ്ട് ഇവിടെ സംഭവിച്ചു എന്നല്ലാതെ ഇത് അറിയുന്ന ആളുകൾ വളരെ കുറവാണ്, ആൾക്കാർക്ക് അറിയില്ല. കാരണം ഞാൻ അന്നും ഇന്നും ഒരുപോലാണ് ജീവിക്കുന്നുള്ളത്. ലൈക്ക് ഇപ്പോൾ ഞാനൊരു 700-900 ഷർട്ട് വാങ്ങിക്കുന്നുള്ളത്. മേ ബി പോയി കഴിഞ്ഞാൽ വേറെ ബ്രാൻഡിന് ഉപയോഗിക്കും വളരെ ഒക്കേഷനിൽ. അതല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു 11 Pro ഫോൺ ഉപയോഗിക്കുന്നുള്ളത്, ഒരു മരുന്നിൻ്റെ കാറാണ്. കാരണം എനിക്ക് അതിലല്ല, കാരണം പണ്ട് ഞാൻ വിചാരിച്ചുള്ളത്, ചില ആളുകൾ പറയും എനിക്ക് വലിയ BMW അല്ലെങ്കിൽ വേറെ കുറേ സാധനം ചെയ്യണം. ശരിക്കും അതിനൊക്കെ ഉപരി നമ്മൾ ചെയ്യേണ്ട വേറെ കുറേ കാര്യങ്ങളുണ്ട്. അത് റിയൽ ലൈഫ് നമ്മൾ എന്നെപ്പോലെ ഒരു പ്രാവശ്യം ഫെയിലായിട്ട് അല്ലെങ്കിൽ ഫെയിലായിട്ട് അവിടുന്ന് ഒരാൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ അവന് അങ്ങനത്തെ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ ഒരിക്കലും ആഗ്രഹം വരത്തില്ല. 100% ഷുവർ ഗ്രൗണ്ട് എന്നുള്ള റിയാലിറ്റി നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ചോദിക്കട്ടെ, അപ്പം ലൈഫിൽ എന്താണ് ശരിക്കും നമ്മൾ വാല്യൂ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഫാസിലിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ മനസ്സിലായിട്ടുള്ളത്. വാല്യൂ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും വാല്യൂ ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഒരാളെ നമ്മൾ വാല്യൂ ചെയ്യുക, ഒരാളെ വാല്യൂ ചെയ്യുന്നത് പറഞ്ഞാൽ അവരെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അയാൾക്ക് എപ്പോഴെങ്കിലും ആരെയും ഓക്കേനെ ഉപരി ആൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടോ, അത് അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. എല്ലാവരും പറയും എപ്പോഴെങ്കിലും നിങ്ങൾ പോയി ഒരാളടുത്ത് നിങ്ങൾ ഓക്കെ ആണോ ചോദിക്കുന്നത്, പക്ഷെ അതിനുപരി നിങ്ങൾ ചോദിക്കണം അയാൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, ശരിക്കും വേണ്ടി ചെയ്തു കൊടുക്കുക. എനിക്കൊക്കെ അങ്ങനെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വലിയൊരാളാണ്, 100% കോൺഫിഡൻ്റ് ആണ്. നമ്മൾ മിസ് ചെയ്തുകൊണ്ട് അതാണ് വാല്യൂ. അതെ വാല്യൂ ഉള്ളത്. കാരണം അന്ന് എനിക്ക് കിട്ടാത്ത ഇപ്പം ഞാൻ തിരിച്ച് എനിക്ക് സൊസൈറ്റി ചെയ്യുന്നുണ്ട് ചോദിച്ചാൽ ഈ കാര്യം തന്നെയാണ്. ഓരോ ആളുകളെയും വിളിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി വിളിക്കും. അപ്പോൾ അവൻ ചോദിക്കും ഇയാൾക്ക് എന്തിനാ ഇങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യം, അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാന്നുള്ള രീതി. പക്ഷെ ഞാൻ ചിന്തിക്കത്തില്ല. കാരണം എന്താ, എനിക്കറിയാം അന്നൊരാളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്ന് ഈ ഒരു കഷ്ടപ്പാടിലെത്തില്ലായിരുന്നു എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ചകിരി, ആഷ്, മണ്ണ് ഇതൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കി, GST പ്രോബ്ലത്തിൽ പെട്ടു, അതൊക്കെ സോൾവ് ചെയ്തു, കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഇതിന് ശേഷം എങ്ങനെയാണ് ഇപ്പം ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ് മെൻറ്റിക്ക എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് ഇപ്പം ചെയ്തിട്ടുള്ളത് അല്ലേ? എന്താണ് മെൻറ്റിക്ക? മെൻറ്റിക്ക ശരിക്കും ഒരു മെഡ്ടെക് പ്ലാറ്റ്ഫോം എന്ന് പറയാം. ലൈക്ക് ഒരു ഹോം കെയർ സർവീസ് വിത്തിൻ 90 minutes കൊണ്ട്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ക്യുക്കോമേഴ്സ് ആണല്ലോ. ആ സർവീസിന് ഞങ്ങൾ ഒരു മെഡ്ടെക്കിലോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡൊമൈനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഹോം നേഴ്സ് അങ്ങനെയാണ്? ഹോം നേഴ്സ് അല്ല, ഹോം കെയർ അത് പോസ്റ്റ് ഡിസ്ചാർജ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് തന്നെ ചില ആളുകൾക്ക് ഹോസ്പിറ്റലിൽ വരാൻ സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് വരാൻ പറ്റാത്ത ആളുകൾ, ഇപ്പോൾ റിയൽ ലൈഫിൽ വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, വീട്ടിൽ കൂടെ വരാനല്ലാത്ത ആളുകൾ, ഇപ്പോൾ ഒരുപാട് NRIs കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള പേരൻസ്, അതെ വീട്ടിലുള്ള എല്ലാ കാറ്റഗറീസ്
ചില ആളുകൾ ഇപ്പോൾ വീട്ടിലൊരു ചെറിയ കുട്ടിയും അമ്മയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരാൻ പറ്റാൻ സാഹചര്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡ്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ IV വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റൽ ഡോക്ടർ സർവീസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങൾ വിത്തിൻ 90 മിനിറ്റ്സ് കൊണ്ട് വീട്ടിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു സർവീസ് ചെയ്യുന്നത്. ലൈക്ക് ഒരു സ്വിഗ്ഗി പോലെയൊക്കെ ഏതൊരാൾക്കും ബിക്കം എ പാർട്ട്ണർ ആവുക, എന്നിട്ട് ആ സർവീസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇനീഷ്യൽ സ്റ്റേജിൽ കോഴിക്കോട്, കണ്ണൂരാണ് ലോഞ്ച് ചെയ്യുന്നുള്ളത്. കാരണം എൻ്റെ കോഫൗണ്ടേഴ്സ് ഡോക്ടർ മുഹമ്മദ് ഷഫീഖ് കാരാട്ട്. ഇപ്പോൾ ഇവരൊക്കെ മെഡിക്കൽ ഡോക്ടേഴ്സ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന നമ്മുടെ അളിയനാണോ പറഞ്ഞ? അല്ല, അത് വേറെ. പിന്നെ 2 പേര് കോഴിക്കോട് NIT ശരി. ഓ, ഇൻട്രസ്റ്റിംഗ്. അപ്പം കോഴിക്കോടും കണ്ണൂരും അല്ലേ? കണ്ണൂരും. അപ്പം ഇപ്പം ഫുള്ളി ഫ്ലഷ്ഡ് ആണ്. ഇപ്പം ഇനീഷ്യൽ ഞങ്ങളൊരു ടെസ്റ്റിംഗിലാണ്, പൈലറ്റിലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം, കൊച്ചി ഭാഗത്തോട്ടൊക്കെ വരുന്നുണ്ടോ? ഹോപ്പ്ഫുള്ളി വരും. പക്ഷേ നമുക്കൊന്ന് ഗ്രൗണ്ട്, അത് എല്ലാ ആളുകളും അർബൻ മാത്രമാണ് ടാക്കിൾ ചെയ്തിട്ടുള്ളത് സോഫാർ എല്ലാ കോർപ്പറേറ്റുകളും. പക്ഷെ നമ്മളതിനെ എല്ലാ റൂറലിലോട്ടും ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും ചെയ്യാതെ അതൊന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ തോറ്റ പരിചയമുള്ളത് കൊണ്ട് തന്നെ ഇതൊന്നും പ്രശ്നമൊന്നും വരുന്നില്ല, കയറിപ്പോ പിന്നല്ലാതെ കുഴപ്പമൊന്നും വരുന്നില്ല. പക്ഷേ ഇത് ഞാൻ ഫോക്കസ്ഡ് ആവുന്നുള്ളത് ആശാ വർക്കേഴ്സ്, അവരൊക്കെ സാലറി കിട്ടാൻ കുറെ പ്രശ്നം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വുമൺ എംപവർമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആംഗിളോട് കൂടെ. അതാണ് ശരിക്കും ഫോക്കസ്ഡ് ആവുന്നത്. ഒരുപാട് നഴ്സുമാരുണ്ട്, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സാലറി അല്ലെങ്കിൽ കിട്ടാതെ കൊണ്ട് അവർക്ക് വേണമെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് വരാം, ട്രൈ ചെയ്യാം. അവർക്ക് ബിക്കം എ പാർട്ണർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ സർവീസിലൂടെ പ്രൊവൈഡ് ചെയ്യാം. ഇൻട്രസ്റ്റിംഗ്. അപ്പം ഇപ്പോൾ അങ്ങനെ ഒരു കണ്ണൂരോ കാലിക്കട്ടോ വേണ്ടുന്ന ആൾക്കാർ എന്താ വേണ്ടത്? നമ്മുടെ വെബ്സൈറ്റോ ആപ്പാണോ? ശരിക്കും ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ടെമ്പറലി വന്നിട്ടുണ്ട്, ആപ്പിൽ ഡെവലപ്മെന്റിലാണ്. അത് വന്നതിന് ശേഷം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിൽ തന്നെ കയറി രജിസ്ട്രേഷൻ, പ്രീ ബോർഡിങ്ങിലൊരു നമ്പേഴ്സ് കാര്യങ്ങളുണ്ട്, അത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ശരി. അപ്പോൾ ഇനി തിരിച്ച് ഇ-കൊമേഴ്സിലോട്ട് പോവോ അതോ ഇല്ലയോ? ശരിക്കും ഇ-കൊമേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. കാരണം എല്ലാത്തിലും എൻ്റെ ഒരു ഇ-കൊമേഴ്സിൻ്റെ ഫ്ലേവർ എന്ത് ചെയ്താലും വന്നു പോകും, അതിനൊരു പ്രശ്നമാണ്. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഇതിലൊന്നും റവന്യൂ ജനറേറ്റ് ചെയ്യുന്നില്ല. ഇതിന് തൊട്ടും തന്നെ ഒരു ക്യൂബേ കരിയർ എന്നുള്ളൊരു സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു റവന്യൂ റിസോഴ്സസ് ആയിട്ട് വരുന്നുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അബ്രോഡ് ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കാൻ പോകുന്നുണ്ട്, UK അതുപോലെ കൺട്രീസിൽ. ഇപ്പോൾ ഞാൻ ടാർഗറ്റിൽ UK, അയർലാൻഡ് ആ രാജ്യങ്ങളിൽ പഠിച്ച് പോകുന്ന സ്റ്റുഡൻസ് നോക്കുന്ന സമയത്ത് എല്ലാ ആളുകളും കെയർ ഹോമിലോട്ടോ അതല്ലെങ്കിൽ സെക്യൂരിറ്റി നോർമൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്റ്റുഡൻസിനെ അവരുടെ സെയിം ഡൊമൈനിൽ എങ്ങനെ വർക്ക് കണ്ടുപിടിക്കാം, ജോലി കണ്ടുപിടിക്കാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ടേം ഒരു അസിസ്റ്റൻസ് കരിയർ ഗൈഡൻസ് അലോങ് വിത്ത് ഒരു ജോബ് സ്ട്രാറ്റജി ഡെവലപ്മെന്റ് ചെയ്തിട്ട് ജസ്റ്റ് ടീച്ച് ചെയ്യുക ഹൗ ടു അപ്രോച്ച് ദ ജോബ്. ആളുകൾക്ക് അറിയാത്ത ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് നോ ഹൗ ടു അപ്രോച്ച് ദ ഓപ്പർച്യൂണിറ്റി. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനെ ടാക്കിൾ ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരുന്നു. ലാസ്റ്റ് ഒരു 2 to 3 ഇയർ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് മാത്രമാണ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. മുമ്പ് ഏകദേശം ഒരു 12 കൺട്രീസ് ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പം കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആടുന്നത് UK അതുപോലെ തന്നെ അയർലാൻഡ് ആണ്. കാരണം ഇംഗ്ലീഷ് കൺട്രി അതുകൊണ്ട് തന്നെ കുറച്ച് ഈസിയാണ്. അപ്പോൾ ഹൈലി സക്സസ് റേറ്റ് ആണ്, ഏകദേശം ഒരു 80% സക്സസ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഏറ്റവും, കാരണം വെൻഡിക്കിലോട്ട് ശരിക്കും റവന്യൂ വരുന്ന സമയമായിട്ടുള്ള സാറിന് അറിയാലോ. അപ്പോൾ റവന്യൂ ആയത് വരുന്നുള്ളത് ഈ ഒരു ഇതിലോട്ടാണ്. അപ്പോൾ എഗെയിൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പൈസ ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ട്രൈ ഔട്ട്, സർവീസ് സെക്ടറിലോട്ട് ആദ്യം ട്രൈ ഔട്ട് ചെയ്തിട്ട്, കാരണം ഞാൻ ഈ സർവീസ് സെക്ടർ പഠിക്കാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു. ക്യൂബേ കരിയർ പിന്നെ പ്രൊഡക്റ്റിലോട്ട് പോയാൽ മതിയല്ലോ. പിന്നെ ക്യൂബേ കരിയർ അതിൽ നിന്ന് ഞാൻ പതിയെ കുറേ എക്സ്പാൻഷൻ കൊണ്ടുവന്നു. ഇത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു ഫിഗർ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയായിട്ട് മാറി. ഒരു കാര്യം ചോദിച്ചിട്ട്, എനിക്കിപ്പം ഫാസിലിൻ്റെ ഒരു ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ പേഴ്സണാലിറ്റി, ആസ് എ ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഫ്രം സ്ക്രാച്ച് ഫെയിലിയേഴ്സിൽ നിന്ന് പല നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ഇഷ്ടമുള്ള കാര്യങ്ങൾ പലത് ചെയ്ത് പഠിച്ച് അവിടെ നിന്നൊക്കെ പല കാര്യങ്ങൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി വന്ന ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പം ഒരു BSc കമ്പ്യൂട്ടർ സയൻസ് ചെയ്യുന്ന ഒരു കുട്ടി, വളരെ ടെംപ്ലേറ്റിഷായിട്ട് പ്രത്യേകിച്ച് വലിയ ആസ്പിറേഷൻസ് ഒന്നുമില്ല, ഒരു സാധാരണ കോഴ്സ് ഈ പറഞ്ഞ പോലെ ഒരു വലിയ അറിയപ്പെടാത്തൊരു കോളേജിൽ നിന്ന് മറ്റോ ചെയ്യുന്ന ഒരു കുട്ടിയാണെന്ന് വരിക. കേരളത്തിൽ ഇപ്പം കോഴിക്കോടുനിന്നോ മലപ്പുറത്തുനിന്നോ കണ്ണൂരിൽ നിന്നോ തിരുവനന്തപുരത്തു നിന്നുള്ളൊരു കുട്ടി. ഇവർ ഫാസിലിനെ പോലെ ഒരാളെ കാണുമ്പോഴേക്കും അവർക്ക് ഒത്തിരി ഇൻസ്പിറേഷനാണ്. പക്ഷേ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് വളരെ ഷോർട്ട് ലിവ്ഡ് ആണ്. നമുക്ക് ഉള്ളിലൊരു ഫയർ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പം ഇതങ്ങ് പോകും അല്ലേ? അപ്പം അവരോട്
ഫാസിൽ എന്തായിരിക്കും പറയുന്നത്? ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? എല്ലാ ആളുകളും പറയും ഡ്രീം കാണാൻ വേണ്ടി പറയും. അപ്പോൾ ശരിക്കും ഡ്രീമിന് ശേഷം കുറേ കാര്യങ്ങളുണ്ട്. ഡ്രീം കം ടു തോട്ട് കം ടു റിയാലിറ്റി, അല്ലെങ്കിൽ റിയാലിറ്റി ആക്ഷൻസ്, കുറേ സാധനങ്ങളുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചോളം പറയാന്നുള്ളത് എന്തെങ്കിലും ആക്ഷൻസ് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് ഇനീഷ്യലി പറയാൻ പറ്റുന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട്, ചിലപ്പോൾ ഒരാൾക്ക് അവരെ പാഷൻ ഒന്നും ഒരു സുപ്രഭാതത്തിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒരു പാഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു മാത്തമാറ്റിക്സ് വർക്ക് ചെയ്താൽ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ആവണം എന്നുണ്ടെങ്കിൽ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി വില്ലിങ് ആവാം. റിസ്ക് എടുക്കാൻ വേണ്ടി വില്ലിങ് എന്ന് പറയുന്നത് എന്തെങ്കിലും വേണ്ടാത്ത രീതിയിൽ റിസ്ക് എടുക്കുക എന്നുള്ളതല്ല, എന്തെങ്കിലും ട്രൈ ഔട്ട് ചെയ്യുക എന്ന് ഒരു ബോധ്യം വരിക. ലൈക്ക് നമ്മളൊന്നും അല്ല എന്നുള്ളത് ആദ്യം റിയലൈസ് ചെയ്യുക. കാരണം എന്തൊക്കെയോ ആണെന്നുള്ള കുറേ ആളുകൾ തോട്ടുകൊണ്ടാണ് ആളുകൾ ഒന്നും ആവാതിരിക്കാനുള്ള വലിയൊരു കാര്യം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചുറ്റുപാടും നോക്കിയ സമയത്ത് ഒന്നുമില്ലാത്തവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ബ്ലെസ്സിങ്സ് ഉണ്ടെന്നും മുന്നോട്ട് നോക്കിയ സമയത്ത് അവരത്ര നമ്മൾ എത്തിയിട്ടില്ല എന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണെന്ന് ഏകദേശം ധാരണ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കി ഓക്കെ എന്തെങ്കിലും ചെയ്ത് ഞാൻ പഠിക്കുക. ഞാൻ ആരോടും പറയത്തില്ല നിങ്ങൾ കോളേജ് ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങളൊരു എൻ്റർപ്രണർ ആവണം എന്നുള്ളത്. കോളേജ് പഠിക്കണം. കാരണം ഞാനൊരു കോളേജ് പഠിച്ച സമയത്ത് സീന അമിത് എന്ന് പറഞ്ഞ മിസ് ഉണ്ടായിരുന്നു. ആ മിസ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. കാരണം ആ മിസ് ഒരു ദിവസം ക്ലാസ്സിൽ കയറുന്ന സമയത്ത് പറഞ്ഞു ഫാസിൽ ക്ലാസ്സിലുണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങും, അല്ലെങ്കിൽ കാരണം അത്രത്തും എന്തോ അലമ്പ് കളിച്ചിട്ടാണ്, അത്രയും മോശം സ്റ്റുഡൻ്റ്. കാരണം മാത്സ് ആണ് മിസ് പഠിപ്പിക്കുന്നുള്ളത്. കാരണം മിസ് സ്റ്റാറ്റിക്സാണ് പഠിപ്പിക്കുന്നുള്ളത്. പക്ഷേ എങ്കിൽ സ്റ്റാറ്റിക്കും മാത്തമാറ്റിക്സ് എല്ലാത്തിലൂടെ ഞാൻ പറയുന്നുണ്ട് മാത്സ് എന്നാണ് പറയുക. കാരണം എനിക്കറിയത്തില്ല ഏതാണ് പേപ്പർ എന്ന്. ബട്ട് ഇപ്പോൾ എൻ്റെ വൈഫ് ഒരു മാത്സിൻ്റെ പ്രൊഫസറാണ്. അപ്പം പുള്ളിക്കാർ ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ. അപ്പോൾ പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം കുറച്ചുകൂടി ഫ്രീഡത്തിൽ ലൈക്ക് ഞാൻ ഇപ്പോൾ 30. അപ്പോൾ ഇനി റീസെൻ്റ്ലി ആണ് എൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞുള്ളത്. അപ്പോൾ പുള്ളിക്കാർ സപ്പോർട്ട് മാരകാണ്. അപ്പോൾ ഇപ്പോഴുള്ള ആളുകൾ വീണ്ടും പറയാനുള്ളത് തന്നെയാണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വിചാരിക്കുന്ന കാര്യമല്ല, എന്തെങ്കിലും ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക, അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ പഠിക്കാൻ, വേറെ എന്തെങ്കിലും കുറച്ചുകൂടി മുന്നോട്ട് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് എന്തെങ്കിലും എത്തിപ്പെടും. ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കട്ടെ, ഇപ്പം എനിക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ഡിഗ്രി പഠിച്ച ഒരു കുട്ടിയായിരിക്കാം, ഐഡിയ ഉണ്ട്. ഇന്നിപ്പോൾ നമ്മൾ റീൽസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ റീൽ കാണുമ്പോൾ ഓരോ ഐഡിയാസാണ് വരുന്നത് അല്ലേ. അപ്പം അങ്ങനെ കുറച്ച് ഐഡിയാസ് ഉണ്ട്. ഇത് നമ്മൾ ആരോട് പറയണം? കാരണം നമ്മൾ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് കുറേ നെഗറ്റീവ്സ് വരും. നിനക്ക് വേറെ പണിയില്ലേ, അല്ലെങ്കിൽ ഇത് ഒരു 10 പേര് ഓൾറെഡി ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിന് പൈസ എവിടെ നിന്ന് കിട്ടും, അത് പറയാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഇതിനെ എങ്ങനെയാണ് ഫാസിൽ കാണുന്നത്? ആരടുത്തും പറയരുത്, സ്വന്തം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ചെയ്തതിന് ശേഷം പഠിക്കുക, ഏതൊക്കെ പൊട്ടുന്നുണ്ട്, എവിടെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. അതിനുശേഷം ആരോട് സംസാരിക്കുക, ഞാനിത് ഇത്ര ചെയ്തിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഒരു ഏർലി സ്റ്റേജിൽ ഒരാളാണെങ്കിൽ എന്നെപ്പോലെ ശ്രമിക്കുക. ഒരിക്കലും പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും ചെയ്തിട്ടുള്ളത് 90% ഞാൻ എൻ്റെ സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, 10% മാത്രമേ ഫിനാൻഷ്യലി കൊണ്ടുവന്നിട്ടുള്ളൂ. എല്ലായിടത്തും പറയും സെൽഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത്. അത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യവും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കുള്ളൂ. പിന്നെ ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എൻജോയ്മെൻറ്റ് കാര്യങ്ങൾ, പ്ലഷറിനെ കുറിച്ചും കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യം കുറച്ചുകൂടി ഈസിയസ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് പോകുന്ന കാര്യങ്ങൾ. ഒരിക്കലും നിങ്ങൾ ഐഡിയാസിനെ മറ്റൊരാളെ കൊണ്ട് വാലിഡേറ്റ് ചെയ്യിപ്പിക്കല്ല വേണ്ടില്ല. സെൽഫായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് നിങ്ങൾ സ്വന്തം വാലിഡേറ്റ് ചെയ്യുന്ന സമയത്താണ് ആ പ്രൊഡക്റ്റ് വർക്കാവുന്നു അല്ലേ, ആ ഒരു സർവീസ് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളത്. മറ്റൊരാളല്ല നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ സർവീസിനെ ഇനീഷ്യൽ സ്റ്റേജിൽ വാലിഡേറ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്, അലോങ് വിത്ത് യുവർ കൺസ്യൂമർ. ആ 2 പേരുകളാണ്. മനസ്സിലായി. നേരെ മറിച്ചാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ചാരത്തിനോ ചകിരിക്കോ മണ്ണിനോ വാലിഡേഷൻ കിട്ടത്തില്ല. ഒരിക്കലും എന്നെ കളിയാക്കി ഒരുപാട് പേരുണ്ട്. കാരണം ആ സമയത്ത് ഞാൻ രാവിലെ എണീറ്റിട്ട് ഈ ചകിരിയെല്ലാം പൊടിച്ച് ചാണെല്ലാം ഫുള്ള് കൈമലാക്കി വെക്കും. വൈകുന്നേരം പോയിട്ട് ഈ അറ്റ്ലസ് രാമചന്ദ്രൻ ഒരു ആഡ് ഉണ്ടായിരുന്നു ജനക്കോട്. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു പാക്ക് പിടിച്ചിട്ട് പറയും ബ്ലേസറെല്ലാം ഇട്ടിട്ട് ഈ ഒരു ആഡ് ചെയ്യുന്നത്. അപ്പോൾ മണ്ണ് വെക്കുന്ന ചാണം വെക്കുന്ന വന്ന് ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് തോന്നി, കാരണം എനിക്കറിയാം വൺ ഡേ അവർ തിരിച്ചു പറയുന്നുള്ളത്. ആളുകൾ ഇപ്പോൾ തിരിച്ചു പറയുന്നുണ്ട്. എൻ്റെ അത്രത്തോളം ഒരു മൊമെൻ്റാണ്, ഒരു പോയിൻ്റാണ്. ആ പോയിന്റ് കിട്ടാൻ വേണ്ടിയാണ് എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. അപ്പോൾ അന്ന് ഞാൻ ആളുകളുടെ അടുത്ത് വാലിഡേഷൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എൻ്റെ കൺസ്യൂമർ അടുത്ത വാലിഡേഷൻ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, പ്രൊഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. നേരെ ചുറ്റുപാടും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആളുകളെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഒരു സംഭവം തുടങ്ങിക്കഴിഞ്ഞും ഈ പറഞ്ഞ പോലെ ഒത്തിരി നെയ്സേഴ്സും നെഗറ്റീവ്സും വരും. പക്ഷെ നമുക്ക് എപ്പോഴാണ് നമുക്ക് ഒരു സംഭവം ഇതാണ് എൻ്റെ
ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു ഒരു നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നുമല്ലോ, അതിൻ്റെ സിഗ്നൽസ് എന്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നിയിട്ടുള്ളത് ആ സമയത്ത് നമുക്കൊരു സന്തോഷമായിരിക്കും. ലൈക്ക് എനിക്ക് അതൊരു വെയിറ്റ് ആയിട്ടൊരു ഭാരമായിട്ട് തോന്നത്തില്ല. ഇപ്പം എൻ്റെ ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഞാൻ 2 to 3 hours ആണ് കറൻ്റ് ഉറങ്ങുന്നുള്ളത്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഈവൻ മോർണിംഗ് വരെ വർക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഉമ്മ ചീത്ത പറയും ഇന്ന് ഉറങ്ങാത്തത്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല, വേറെ കാര്യങ്ങളില്ല. നിങ്ങൾക്ക് ആ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഭാരമായി തോന്നാതെ, ഒരു പ്രശ്നമായി വരാതെ, അതിന് നിങ്ങൾക്ക് ഒരു കോംപ്രമൈസ് ആണെന്നല്ലാതെ നിങ്ങൾക്ക് ഓക്കെ ഇത് ഞാൻ സ്വന്തം ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തോന്നുന്ന ഒരു മൊമെൻ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ. അത് ഫിനാൻഷ്യലി ആയിരിക്കത്തില്ല ഒരു നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായി തരുന്നുള്ള. കാരണം ഫിനാൻഷ്യലി ബെനിഫിറ്റ് തരുന്ന പല കാര്യങ്ങളാണെങ്കിൽ അതിലൊന്നും ഞാൻ ചിലപ്പോൾ സക്സസ് ആയിരിക്കണമെന്നില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഫുൾഫിൽ ആവുന്നൊരു മൊമെൻറ്റ്. നേരത്തെ പണ്ടായിരുന്നത് അത്രത്തോളം പാക്കേജ് വാങ്ങുന്ന സമയത്ത് എനിക്ക് കിട്ടാത്തൊരു സാധനം ഇപ്പോൾ ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ശരിക്കും ആ ഒരു സംഭവമാണ് ഞാൻ ചെയ്യുന്ന കാര്യം കറക്റ്റാണ്, ഇതാണ് ആക്ച്വലി മനസ്സിലാവുന്നത്. മനസ്സിലായി. വേറൊരു കാര്യം, നമുക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ മോട്ടിവേഷണൽ റീൽസ് കാണാം അല്ലേ? ചിലത് ഫേസ് ഉള്ളത്, ചിലത് ഫേസ് ഇല്ലാത്തത്, ചിലർ കോട്ട്സ്, പല രീതിയിലുള്ളത് കാണാം. ഇത് എന്നോട് എങ്ങനെയാണ് ഫാസിൽ പ്രതികരിക്കുന്നത്? ഇല്ല, ഒരിക്കലും നമ്മൾ പറയുന്നത് രോമം പൊന്തിക്കുന്ന പരിപാടി, കാരണം റീൽസിന് മോട്ടിവേറ്റ് ചെയ്യിച്ച് രോമം പൊന്തിച്ചിട്ട് രോമാഞ്ചം. അപ്പോൾ അതിലൊന്നല്ല കാര്യമുള്ളത്. കാരണം ഞാൻ സോഷ്യൽ മീഡിയ വളരെ ലിമിറ്റഡ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യം, സോഷ്യൽ മീഡിയ എല്ലാവരും ഒരാളുടെ ഹാപ്പിനെസ്, ഒരു പ്ലഷർ ആയിട്ടുള്ള സൈഡ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ എന്നെ സമയത്തോളം ഞാൻ ഒരിക്കലും എൻ്റെ ഈ ചരിത്രം ഞാൻ ഒരിടത്തും പോയിട്ട് പറഞ്ഞാൽ ആരും ഇമ്പ്രൂവ് അല്ലെങ്കിൽ ആരും മോട്ടിവേറ്റ് ആകാൻ പോകുന്നില്ല. അപ്പോൾ അതല്ല ചെയ്യേണ്ടുള്ളത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലല്ല നിങ്ങളൊരു ലൈഫിനെ ഡിസൈഡ് ചെയ്യുന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത്. അത് വിചാരിച്ച് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആണെന്നല്ല പറയുന്നുള്ളത്. നിങ്ങൾ സോഷ്യൽ മീഡിയയുടെ കോട്ടോ അല്ലെങ്കിൽ വീഡിയോസോ അല്ല നിങ്ങളെ ഡിസൈഡ്, നിങ്ങളെ ഇമ്പ്രൂവ് ആക്കുന്നത്. കാരണം അതൊക്കെ ഒരു ഒരു ടെമ്പററി ഡോപ്പമിൻ ആണ്. നമുക്ക് ഡോപ്പമിൻ അല്ല പറയുന്നത്, സസ്യം പറ്റത്തില്ല. ഒരു ചെറിയൊരു പീരീഡ് ഒരു റീല് കണ്ടു, അടുത്ത റീല് വേറെ വീഡിയോ ആണ്, ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ വീണ്ടും ഫുഡാണോ, അടുത്ത ഫുഡ് മാറി മാറി കൊണ്ടുവെക്കും. അപ്പം ആ ഒരു സംഭവം അല്ല ശരിക്കും റിയൽ ലൈഫിൽ നിന്ന് ഉദ്ദേശിക്കുക. റീൽസിനെ അങ്ങോട്ട് മാറ്റി റിയൽ ലൈഫിലോട്ട് ഇങ്ങോട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ആ സംഭവത്തെ മാറ്റും. മനസ്സിലായി. ഒരു ഓൺട്രപ്രനറിന് വേണ്ടുന്ന ഒരു 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ചിലപ്പോൾ സപ്പോർട്ട് സിസ്റ്റം ആവാം, ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ക്യാരക്ടർ ആവാം, മസ്റ്റായിട്ട് അത് ഫസിലിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്തായിരിക്കും 4 കാര്യങ്ങൾ? ഞാൻ ഫസ്റ്റ് ഒരു ഹംബിൾ ആവുക എന്നുള്ളതാണ്. എത്രത്തോളം ഹംബിൾ ആവാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഹംബിൾ ആവുക. ബി എ ഗുഡ് ലിസണർ. അത്രത്തോളം ലിസണർ ആകാൻ പറ്റും അത്രത്തോളം ലിസണർ ആവുക. ഗുഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, നല്ലതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ എല്ലാത്തിനും സെൽഫായിട്ട് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഒരാളടുത്ത് പോയിട്ട് വാലിഡേറ്റ് ചെയ്യില്ലേ വേണ്ടുള്ളത്. സിമിലർലി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പല ആളുകളും എനിക്ക് പല ആളുകളും പാവം തോന്നും. കാരണം അവരൊക്കെ നല്ലതുപോലെ ഉണ്ടാവും, പക്ഷേ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടാകുന്ന കാര്യങ്ങളായിട്ട് അത് ഭയങ്കര ക്രൂഷ്യലായിട്ട് കാര്യമാണ്. ഫാസിലിൻ്റെ സപ്പോർട്ട് സിസ്റ്റം എന്താണ്? സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫെയിലിയേഴ്സ് ആണ്. ടു ബി ഓണസ്റ്റ്, ആ ഒരു ഫാൻസി വേർഡിന് വേണ്ടി സംസാരിക്കുന്നതല്ല. കാരണം ടു ബി ഓണസ്റ്റ് ഞാൻ തോറ്റ കാര്യങ്ങളായിരിക്കും എന്നെ മുന്നോട്ട് അയക്കുന്നുള്ളത്. അന്ന് കളിയാക്കിയ പല മുഖങ്ങളായിരിക്കും എന്നെ തിരിച്ച് കാണാമെന്നുള്ളത്. പിന്നെ ഓൾ ഓവർ എൻ്റെ 2 സിസ്റ്റേഴ്സ്, ദെൻ മൈ വൈഫ്. അപ്പം അവരാണ്. കാരണം ഞാൻ ഇവിടെ ഇതുവരെ എൻ്റെ പാരൻസ് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. കാരണം ടു ബി ഓണസ്റ്റ് എനിക്ക് അങ്ങനത്തെ കുറേ ലാക്കിങ് എൻ്റെ റിയൽ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഞാൻ ഇപ്പോൾ എൻ്റെ റിയൽ ലൈഫിൽ. അതുപോലെ ഡോക്ടർ മുഹമ്മദ് ഷഫീഖ്, മൈ co-founder also since my childhood, എൻ്റെ കസിൻ ബ്രദറാണ്. അപ്പോൾ അവരൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ സപ്പോർട്ടിങ് സിസ്റ്റം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു യു അല്ലേ? ഡെഫിനറ്റ്ലി. എൻഡ് ഓഫ് ദി ഡേ എത്ര പൈസ ഉണ്ടായി കഴിഞ്ഞാലും എനിക്ക് അവരുടെ അടുത്ത് പോയിട്ട് നല്ലപോലെ സംസാരിക്കാനോ ചിരിക്കാനോ പറ്റിയിട്ടില്ലെങ്കിൽ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ കുറേ ആളുകൾ എനിക്കറിയത്തില്ല, ടു ബി ഓണസ്റ്റ്, കുറേ പൈസ ഉണ്ടാക്കി അപ്പോൾ തിരിച്ചു വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഒരു സന്തോഷിക്കാൻ ഒരു മൊമെൻ്റ് ഉണ്ടായിട്ടില്ല എങ്കിൽ എനിക്ക് തോന്നുന്നില്ല അതാണ് ഒരു സക്സസ് എന്ന് തോന്നുന്നില്ല. കാരണം ഐ ഡിഡ് എ ലോട്ട് ഓഫ് പാർട്ടീസ്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മാറിയിട്ട് എനിക്ക് ഈ ഒരു ലൈഫ് വന്ന സമയത്ത്, കാരണം ഞാൻ 30ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നുള്ളത്. അതുവരെ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എൻ്റെ കസിൻ ബ്രദേഴ്സ് അല്ലാണ്ട് എന്നെക്കാണ് 4-5 വർഷം ഇളയതായിട്ടുള്ളത്. അവരെ കല്യാണം കഴിച്ച് പോകുന്ന സമയത്ത് ഫാമിലിയിൽ നിന്ന് ഭയങ്കര ആളുകൾ ചോദിക്കുന്നു ഇവന് കല്യാണം കഴിക്കുന്നില്ല, കുറേ കാര്യങ്ങൾ, എസ്പെഷ്യലി ഒരു മലബാർ ഒരു ട്രഡീഷൻ സമയത്ത്. പക്ഷേ എങ്കിൽ അവിടെ അതൊന്നല്ല കാര്യം, നമ്മൾക്ക് ഒരു സാധനം വരാനുണ്ട്. ആ കാര്യത്തിലേക്കും ഫാമിലി ഇമ്പോർട്ടൻ്റ് ആയി എനിക്ക് അപ്പോഴാണ് ഫാമിലി ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി എൻ്റെ വൈഫ് വന്നതിന് ശേഷമാണ് അതിലൊരു എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത്. ഒരു ആങ്കർ പോയിന്റ് ആണതല്ലേ? കറക്റ്റ്, മനസ്സിലായി. നമ്മൾ സാധാരണ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഓൺട്രപ്രനേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു 3-4 മിസ്റ്റേക്സ്
അവർ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറ്റം പറയാനല്ല. അവർ പോലും അറിയാതെ ചെയ്യുന്ന മിസ്റ്റേക്സ് ഉണ്ടാവും. ഫാസിലിൻ്റെ പെർസ്പെക്റ്റീവിൽ എന്തൊക്കെയാണ് ആ മിസ്റ്റേക്സ്? എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ചില ആളുകൾ പറയും വലിയ കാറ് വാങ്ങിക്കാൻ പറയും, വലിയ ഫോൺ വാങ്ങിക്കുക. എന്തിനാ അവർ പറയുന്നുള്ള ഇൻവെസ്റ്റേഴ്സിനടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഞാൻ കണ്ട ഇൻവെസ്റ്റേഴ്സ് ഒന്നും ഒരു ഫോൺ കണ്ടിട്ടോ അവരെ വന്നതിനെ കാറ് കണ്ടിട്ടോ അല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത്. ഹൗ ദ ഐഡിയ അല്ലെങ്കിൽ ആ പേഴ്സണെ കണ്ടിട്ടാണ്. അപ്പോൾ ഞാനത് കാണുന്ന വലിയൊരു എൻ്റെ ഒരു ഫോൺ ഇപ്പോഴും ആ ചെറിയ ഫോൺ ഉപയോഗിക്കുന്നുള്ളത്. അപ്പോൾ ആളുകൾ എന്നെ കളിയാക്കും, നീ എന്താ മാറ്റാനില്ല. ശരിക്കും ഞാൻ ഉപയോഗിക്കുന്നത് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, സംടൈം മെയിൽസ്, ബാക്കി കാര്യം യൂസ് ചെയ്യാം. എനിക്കിപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് അതിനേക്കാണ് അതൊരു 10 ഇരട്ടി വലുപ്പമുള്ള അല്ലെങ്കിൽ ലൈസൻസ് ഫോൺ വാങ്ങിക്കാൻ ഫിനാൻഷ്യലി ആവശ്യമില്ല. എൻ്റെ കാര്യം നടന്നു പോകുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ ഫാൻറ്റസിയായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുക. കാരണം അവർക്ക് അത് ആവശ്യമായിട്ടല്ല, അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ശരിക്കും അതൊന്നല്ല ശരിക്കും എന്റർപ്രണർക്ക് വേണ്ടി ക്വാളിറ്റി. അത് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ്. ഇത് കേരളത്തിൽ കൂടുതൽ കണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? 100% കേരളത്തിലാണ് നിങ്ങൾക്ക് ഡൽഹിയിലും മലേഷ്യയിലും ചെന്നൈയിലൊക്കെ പോയിട്ടുള്ള പരിചയമുള്ളതാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആയിട്ട്. കാരണം ഈവൻ ദുബായിലൊക്കെ ഒരുപാട് വലിയ ബിസിനസ് ആളുകൾ, പക്ഷെ അവരുടെ ലെവൽ ആ ലെവലിലായിരിക്കും. ലൈക്ക് അവർക്ക് 5 റോൾസ് റോയ്സ് വാങ്ങാൻ സമയത്തുള്ളായിരിക്കും അവരൊരു ലാൻഡ് ക്രൂസർ വാങ്ങിക്കുന്നുണ്ടാകുന്നത്. ഇവിടെയുള്ള ആളുകൾ അങ്ങനെയല്ല, ₹1 പോലും എടുക്കാനുള്ള സമയത്തായിരിക്കും 10 ലക്ഷം ലോൺ എടുത്തിട്ട് വീണ്ടും ഒരു കാറോ അല്ലെങ്കിൽ വേറെ സാധനം വാങ്ങിക്കുന്നുള്ളത്. ദാറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. അത് ഒഴിവാക്കുക. ലൈക്ക് അവർക്കൊന്നും അതല്ല ശരിക്കും ഒരു എന്റർപ്രണറിന് വേണ്ടി ക്വാളിറ്റി. അതൊക്കെ നിങ്ങൾ ചെയ്ത മിസ്റ്റേക്കുകളാണ്. അത് ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഫാസിലിന് ആരെങ്കിലും റോൾ മോഡൽസ് ആയിട്ടുണ്ടോ? ഇല്ല. സെൽഫ് മെയ്ഡ് ആണ്. നമ്മൾ തന്നെയാണ്. ഓക്കെ. ഫൈനൽ തോട്ട്സ്. ഇന്ന് ഒരു ഓൺട്രപ്രനോറിയൽ മൈൻഡ് സെറ്റുള്ള ഒരു, ഈ പറഞ്ഞ പോലെ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്നതോ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞതോ അല്ലെങ്കിൽ പഠിക്കാത്തതോ ആയിട്ടുള്ള ആരായാലും അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, പ്രൊഡക്റ്റ് ആയാലും ശരി, സർവീസ് ആയാലും ശരി, അവരോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എന്തായിരിക്കും ഒരു മെൻറ്റർ എന്നുള്ള രീതിയിൽ, ഇഫ് ദേ ഹാവ് ടു കം ബാക്ക് ടു യു, ഫാസിലിൻ്റെ അടുത്തുകൊണ്ട് ഫാസിൽ എനിക്കൊന്ന് പറഞ്ഞു തരാമോ, ഞാൻ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എന്തായിരിക്കും പറയുന്നത്? ഫസ്റ്റ് അവർ ആ ഒരു കാര്യത്തിൽ ചെയ്യാൻ തയ്യാറാണെന്ന് അവർ സ്വന്തം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ അത് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അതായത് ഇപ്പോൾ അവർക്കൊരു ഐഡിയ ഉണ്ട്, പക്ഷെ അത് തന്നെ അവരോട് കുറേ വട്ടം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ഞാൻ ചെയ്യണം. സ്വന്തം ഒരു വിലയിരുത്താനുള്ള കഴിവ് ഉണ്ടാക്കി കൊണ്ടുവരിക, അല്ല അത് പ്രാപ്തി വരിക. അതിന് ശേഷം നമുക്ക് അടുത്ത കാര്യം ചെയ്യുന്നതായിരിക്കും ഏതൊരാൾക്കും ബെറ്റർ ആവുന്നുള്ളത്. അതല്ലാതെ സാരത് പറഞ്ഞ റീലിൽ കണ്ടുള്ളതോ ചുറ്റുപാടും കണ്ടിട്ട് ചെയ്യുന്നതിന് ഉപരി ഞാൻ ചെയ്തിട്ട് എനിക്കിത് ഓക്കെയാണ്, ആളുകൾ കളിയാക്കും, ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം, ബാക്കി കാര്യങ്ങൾ ഫിനാൻഷ്യലി പ്രശ്നമല്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ ഓക്കെ, അങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ വില്ലിങ്, സ്വന്തം മനസ്സിനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വട്ടവർ കണ്ടു. ബാക്കി അതൊരു സെൽഫ് റിയലൈസേഷൻ ആണ് വേണ്ടത്, അല്ലേ? നമ്മൾ എന്താണ്, നമ്മുടെ കഴിവിനേക്കാളും കൂടുതൽ നമ്മുടെ കഴിവ് കേടുകളോ നമ്മുടെ ഡ്രോബാക്സോ എന്താണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലിമിറ്റ് എന്താണ്, എങ്ങോട്ട് പോകാം, ഏത് ഡയറക്ഷനിൽ പോകാം എന്നൊക്കെ ഉള്ള ഒരു ക്ലാരിറ്റി കിട്ടുമായിരിക്കും, അല്ലേ? അതെ. അത് വലിയ രീതിയിൽ ക്ലാരിറ്റി ഒന്നും ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ചെയ്താൽ മതി. അങ്ങ് ചെയ്യാനുള്ളൊരു മനസ്സ് കാണുക. അതായത് ഇപ്പോൾ ചുറ്റുപാട് ആളുകൾ നെഗറ്റീവ് അടിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ത് കഴിഞ്ഞാലും. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഒരു മനസ്സുറപ്പ് ക്രിയേറ്റ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ്. കാരണം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ധൈര്യം ഇല്ലാതെങ്കിൽ ഒരാളത്ത് ഇപ്പോൾ അഡ്വൈസ് ചോദിക്കാൻ പോലും അവന് പേടിയായിരിക്കും. കാരണം ഞാൻ ചോദിക്കണോ, അവരെന്ത് വിചാരിക്കും, കാരണം അത് ആ മനസ്സിൽ എനിക്ക് ഇതാണ് ഞാൻ ചെയ്യാനുള്ളത് വ്യക്തമായ ധാരണയെങ്കിൽ അവന് ആരെടുത്ത് വേണം എന്ത് വേണം ചോദിക്കാം. ഇപ്പോഴത്തെ ആളുകൾക്ക് കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ അവർ കുറച്ച് ഫാൻറ്റസിയാണ്. അപ്പോൾ അയാൾക്ക് ആ ലെവലിലുള്ള സാധനത്തിന് മാത്രമേ ചെയ്യാൻ ട്രൈ ഔട്ടുള്ളൂ. ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ചാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചെയ്യാൻ പോകുന്നില്ല, മണ്ണ് ചെയ്യാൻ പോകുന്നില്ല. കാരണം അയാൾക്കത് കുറച്ചുകൂടി കുറവായിരിക്കും. പക്ഷേങ്കിൽ എനിക്കത് ചെയ്യാൻ ഒക്കെ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ കൃഷിഭവനിലെ കോടി കയറി ചോദിക്കരുത് ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്ക് കുഴപ്പമില്ല, പക്ഷെ പണ്ടത്തെ കാലത്ത് എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ ആ സംഭവം മൈൻഡ് സെറ്റാണ് വേണ്ടുള്ളത്. ഞാൻ ചെയ്യാൻ വില്ലിങ് ആണ് എന്നുള്ളത്. ബ്യൂട്ടിഫുൾ. എനിവേസ് ഫാസിൽ, നമ്മൾ ഏകദേശം 2 മണിക്കൂറായി സംസാരിക്കുന്നു. പക്ഷേ ഐ തിങ്ക് ഐ ഹവ് ലേൺഡ് എ ലോട്ട്. കാരണം നമ്മളെപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു BMW ഓടിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ പൈസ ഉണ്ടാക്കിയതുകൊണ്ടോ മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ അത് എത്രത്തോളം നമുക്കുണ്ടോ, അത് ചിലപ്പം മോശമായിരിക്കാം, നല്ലതായിരിക്കാം, അത് ഏറ്റവും ഉള്ള ആളാണ് ഒരു സക്സസ്ഫുൾ എന്നുള്ളത് ഞാൻ പലരെയും കണ്ടുപഠിച്ചിട്ടുണ്ട്. ഫാസിൽ ഈസ് ഓൾസോ വൺ അമംഗ് ദോസ്. സോ ഹിയർസ് വിഷിങ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ. മെൻറ്റിക്ക നന്നായിട്ട് വരട്ടെ, എല്ലാം നന്നായിട്ട് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ ബീയിങ് ഓൺ ദ ഷോ.